ആരാധിപ്പാൻ കർത്തൃദാസന്മാരിൽ കൂടെ ശ്രേഷ്ഠമൊരു ദൈവശബ്ദങ്ങളെയൊക്കെ കേൾക്കുവാൻ കർത്താവ് സഹായിച്ച എല്ലാ ദൈവകൃപയോർത്തിന് കർത്താവിനെ സ്തുതിക്കുന്നു. വിശേഷാൽ ഇന്ന് പകൽക്കാലവും കർത്തൃപാദപടത്തിലായിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യ ദൈവദാസന്മാർ ദിവസത്തിലായിരിക്കുന്ന എല്ലാ വിലപ്പെട്ട ദൈവജനത്തിനും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനത്തിരിക്കുന്ന വിശേഷാൽ ഈ പകൽക്കാലത്തെയും രാത്രികാലത്തെയും ശുശ്രൂഷയ്ക്കായി ദൈവസംരക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യയായിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യ ദൈവദാസൻ പാസ്റ്റർ പ്രിൻസ് റാന്നി ദൈവദാസനെ ഓർത്തൻ കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിൻ്റെ വലിയൊരു ദാസന ദൈവസഭയുടെ പേരിൽ വ്യക്തിയോടുള്ള സ്വാഗതവും വന്ദനവും അറിയിക്കുന്നു. കർത്തൃദാസനോടുകൂടെ ഒരു ബ്രദറും കൂടെ കടന്നു വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവന് ദൈവസഭയുടെ വന്ദനം അറിയിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ വാസ്തവമായി അനുഗ്രഹിക്കട്ടെ. കർത്തൃദാസനെ സഭയ്ക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പല ആവർത്തി നമ്മുടെ സഭയിൽ കടന്നു വന്ന് ശക്തമായി അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുവാൻ ഇന്നലകളിൽ കർത്തൃദാസനെ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. മുഖരോടൊന്നും പറയുന്നില്ല. കർത്തൃദാസനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കും. കർത്താവിൻ്റെ ധന്യമായ നാമം ഇന്ന് പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീത പകലിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളൊരുമിച്ച് കർത്താവിൻ്റെ വചനം പങ്കുവയ്ക്കുവാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത ദൈവത്തിന് നന്ദി പറയുന്നു. ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, മറ്റ് ദൈവദാസന്മാർ, സഹോദരങ്ങൾ, മാതാപിതാക്കളെ, ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. എന്നോടൊപ്പം എൻ്റെ സഹോദരൻ ഹാരിസുണ്ട്. ഞങ്ങൾക്ക് ഒരുമിച്ച് വരുവാൻ കർത്താവ് സഹായിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാമത് അധ്യായം. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാമത് അധ്യായം. അത് തുറന്നു വെക്കാം, വായിക്കേണ്ട. അങ്ങ് ഇന്ന് പകലിൽ സഹായിക്കണമേ. ഞങ്ങൾക്ക് കർത്താവെ സ്വന്തമായിട്ട് ഒന്നും ചെയ്യാനില്ല അപ്പച്ചാ. ഞങ്ങളാകുന്നത് കൃപയാ അപ്പച്ചാ. ഞങ്ങളോട് കരുണ തോന്നണമേ. ഈ ഉപവാസ പ്രാർത്ഥനയും ഞങ്ങളെ പണിയണമേ. കർത്താവിൻ്റെ ഇഷ്ടത്തിന് ഞങ്ങളെ പണിയണമേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ പണികൾ വേണ്ട കർത്താവേ. ആത്മാവ് ഞങ്ങളെ പണിയണമേ. ആത്മാവ് ഞങ്ങളെ പണിത് കർത്താവെ അങ്ങ് ഞങ്ങളിലൂടെ ജീവിക്കണമേ. അങ്ങയുടെ കർത്താവെ മഹത്വം ഞങ്ങളിലൂടെ ലോകം അറിയണമേ. ജീവിക്കുന്ന അങ്ങയുടെ സാക്ഷികളാക്കി ഞങ്ങളെ നിർത്തണമേ. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ പ്രസ്ഥാനത്തിനായി സ്തോത്രം, ഈ സഭയ്ക്കായി സ്തോത്രം, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ദൈവദാസന്മാർക്കായും സ്തോത്രം, ഈ ചുറ്റുപാടുകൾക്കായി സ്തോത്രം, ഈ തിരുവനന്തപുരം പട്ടണത്തിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളെ സഹായിച്ചാട്ട് കൃപയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്ന് പകലിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ വായിലെ വാക്കുകൾ, ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനം അത് അങ്ങേക്ക് പ്രസാദമായിരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ നല്ല പകലിനായി ഞാൻ ഒരിക്കലും കൂടെ കർത്താവിൻ്റെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ചില നിമിഷങ്ങൾ കർത്താവിൻ്റെ സന്ധിയിലായിരിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാമത് അധ്യായമാണ് നാം ചിന്തയ്ക്കായിട്ട് ഇന്ന് പകലിലെടുക്കുന്നത്. അതുകൊണ്ട് ആ ഭാഗത്തെ നമുക്ക് തുറന്നു വെക്കാം. നമ്മളവിടെ കാണുന്നത് കർത്താവായ യേശുവിൻ്റെ ഉപമകളിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള 3 ഉപമകളാണ്. ആ ഉപമകൾ ഏതൊക്കെയാണ്? ഒന്ന്, നഷ്ടപ്പെട്ട ആടിൻ്റെ ഉപമ. 2, ദ്രഹ്മയുടെ ഉപമ. 3, മകൻ്റെ ഉപമ. അങ്ങനെ നഷ്ടപ്പെട്ട ഒരു ആട്, നഷ്ടപ്പെട്ട ഒരു ദ്രഹ്മ, ഒരു നാണയം, നഷ്ടപ്പെട്ട ഒരു മകൻ, ഈ വിധമായ നഷ്ടപ്പെട്ട ചിലതിൻ്റെ കണക്കുകളും കാര്യങ്ങളുമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് പകലിൽ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ദൈവം തന്ന കൃപയ്ക്കനുസരിച്ച് ദൈവം പ്രകാശിപ്പിച്ച ചിന്തകളെ നമുക്ക് ഒരുമിച്ച് പങ്കുവയ്ക്കുവാനായിട്ട് കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് വ്യത്യസ്തമായ ദൈവത്തിൻ്റെ ഒരു മനസ്സിനെ നമ്മളിവിടെ കാണുന്നുണ്ട്. നഷ്ടപ്പെട്ട ആടിൻ്റെ ഉപമയാണ് അവിടെ കാണുന്നത്. അതിൽ നമ്മൾ കാണുന്നത് ഒരാൾക്ക് എത്ര ആടുണ്ട്? 100 ആടുണ്ട്. അതിൽ ഒന്നിനെ എന്ത് ചെയ്ത് പോയി? കാണാതെ പോയി. ഒന്നിനെ കാണാതെ പോയി. അപ്പം ഒന്നിനെ കാണാതെ പോയപ്പം ഇടയൻ ചെയ്ത ഒരു കാര്യമുണ്ട്. എന്ത് ചെയ്തു? 99നെയും മരുഭൂമി വിട്ടേച്ച് അങ്ങോട്ട് പോയി. കാണാതെ പോയ ഒന്നിൻ്റെ പുറകെ പോയി. ഇവിടെ നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളുമായിട്ട് ഭയങ്കര വ്യത്യാസമാണ്. നമ്മുടെ എല്ലാം ഒരു പ്രശ്നം, നമ്മളെല്ലാം കണക്കുകളുടെ ഒരു ലോകത്താണ്. അപ്പം നമുക്കെല്ലാം എന്തുണ്ട്? കണക്കുണ്ട്, അല്ലേ? നമ്മുടെ ചർച്ചിന് കണക്കുണ്ട്, അത് കൃത്യമാണ്.
മെമ്പർഷിപ്പുണ്ട്, അത് എല്ലാ ചർച്ചകൾക്കും ഉണ്ട്. നമുക്ക് വരവ് ചിലവ് കണക്കുകളുണ്ട്, നമുക്ക് ആളുകളുടെ കണക്കുണ്ട്, നമ്മുടെ കയ്യിൽ ഒത്തിരി കണക്കുകളുണ്ട്. എല്ലാത്തിനും നമുക്ക് എന്തുണ്ട്? കണക്കുണ്ട്. നമ്മുടെ ഒരു കയറി താമസത്തിനാണെങ്കിൽ മറ്റുള്ളവർ സമ്മാനം കൊണ്ടുതരും, അതിനും നമ്മുടെ കയ്യിൽ എന്തുണ്ട്? കണക്കുണ്ട്. എന്തിനാണെന്നറിയാമോ? അതെന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കണം. ഈ പലയിടത്തും പറ്റുന്നത്, ഈ സാധനം വെക്കുന്ന അവിടെ തന്നെ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ട് അടുത്ത ആളുടെ നമ്മൾ എന്ത് ചെയ്യും? തിരികെ കൊടുക്കും. അങ്ങനെ ഈ കൊടുത്താക്കാൻ ഇത് എവിടെ നിന്നോ കറങ്ങി തിരിഞ്ഞും വരും. അതാണ് എൻ്റെ വേറെ രസം. പിന്നെ നമ്മുടെ പച്ച മലയാളിയാണെങ്കിൽ ഈ പത്രത്തിലൊക്കെ പേരെഴുതിയില്ലെങ്കിൽ ഈ സാധനം കറങ്ങി തിരിഞ്ഞ് എവിടെ തന്നെ വരും? നമ്മളുടെ തന്നെ വരും. പണമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മളത് കുറിച്ചിടും. കാരണം ഇത് പലിശയില്ലാ കടമാണ്. അവരുടെ പെണ്ണിനെ കെട്ടിക്കുമ്പോൾ നമ്മളിത് എന്ത് ചെയ്യണം? തിരികെ കൊടുക്കണം. അപ്പം നമ്മളെല്ലാവരും എന്തിൻ്റെ ലോകത്താണ്? കണക്കുകളുടെ ലോകത്താണ്, അല്ലേ? ഒത്തിരി നമ്മൾ കണക്കുകൾ തിരിച്ച് ചോദിക്കുകയും ചെയ്യും. ഒരു വീട്ടിൽ ഈ ഒച്ച ഒരു രാത്രിയിൽ തണുപ്പത്ത് വാതുക്കൽ എന്തോ കൊട്ടി. അപ്പോൾ ഈ വീട്ടുകാരൻ ചെന്ന് പോയപ്പോൾ ഒരു ഒച്ചാണ്. ഈ വീട്ടുകാരൻ നീ ഒച്ചിനെ എടുത്ത് ഒറ്റ ഹെയർ വെച്ച് കൊടുത്തു. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞു, 6 വർഷം കഴിഞ്ഞപ്പോൾ ഒരു രാത്രി വീണ്ടും ഒരു മുട്ട്. അപ്പോൾ ഇയാൾ ചെന്ന് തുറന്നു നോക്കിയപ്പം പഴയ ആരാ? ഒച്ചാണ്. അപ്പോൾ ഈ ഒച്ചിനോട് ചോദിച്ചു, എന്തിനാ നീ രാത്രി വന്ന് ചോദിച്ചു? 6 വർഷം മുമ്പ് നീ എന്നെ എടുത്തെറിഞ്ഞത് എന്തിനാണെന്ന് ചോദിക്കാൻ വന്ന. അപ്പോൾ ഈ ഒച്ച തിരിച്ചു വരാൻ എത്ര നാളെടുത്തു? 6 വർഷം. അപ്പോൾ ഈ 6 വർഷം ഇത് തിരിച്ച് നടക്കുമായിരുന്നു. എന്തിനാണ്? 6 വർഷം മുമ്പ് നീ എന്നെ എറിഞ്ഞത് എന്തിനാണെന്ന് തിരിച്ചു വരാൻ എത്ര വർഷം എടുത്തു? 6 വർഷം. അപ്പം നമ്മുടെ കയ്യിലും ഇത് എന്തോ ഉണ്ട്? കണക്കുണ്ട്, അല്ലേ? വഴക്കുണ്ടാക്കുമ്പോൾ മോള് പറയും, അമ്മ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളുടെ തള്ള എന്നോട് ചെയ്തതിൻ്റെ കാര്യമൊന്നും എന്നെയും കൊണ്ട് എന്ത് ചെയ്യരുത്. കണ്ട കറക്റ്റാ. ബാക്കി പറഞ്ഞു, അതെനിക്കറിയാം പൂരിപ്പിക്കുക. അത് എന്നെ കൊണ്ട് കൂടുതലൊന്നും എന്ത് ചെയ്യരുത്, വായിപ്പിക്കരുത്. എല്ലാം എവിടെ ഉണ്ട്? എവിടെ ആ പാടെ ഇത്രയേ ഉള്ളൂ. അതിനകത്ത് എന്തെല്ലോ ഉണ്ടെന്ന് നോക്കി. അതെല്ലാം എവിടെ ഉണ്ട്? ഇവിടെ ഉണ്ട്. അപ്പം നമ്മളെല്ലാം എന്തിൻ്റെ ലോകത്താണ്? കണക്കിൻ്റെ ലോകത്ത്. പക്ഷേ ഇവിടെ വ്യത്യസ്തമായൊരു കണക്കാണ് കാണുന്നത്. ഇടയന് 100 ആടുണ്ട്. ആരെ വിട്ടു? ഒന്നിനെ കാണാതെ പോയി. എത്രനെ വിട്ടു? 99 വിട്ടു. ഞാനാണ് ഇടയനെങ്കിൽ ഞാൻ എന്തിനെ വിട്ടിച്ച് പോത്തില്ല? 99 വിട്ടേച്ച് പോകത്തില്ല. കാരണം ഈ 99 എവിടെ വിട്ടത്? മരുഭൂമിയില്ല. ഇന്ന് സഭകളുടെ പ്രശ്നം, ഈ സഭകൾ ഈ ഉള്ളതിനെ സൂക്ഷിക്കാൻ ഭാരപ്പെടുകയാണോ, പോയതിനെ പുതിയതിനെ കൊണ്ടുവരാനാണോ സഭകൾ പ്രയാസപ്പെടുന്നത്? എവിടെ? ആര് കൊണ്ടുവരാൻ? ഒന്നുമല്ല. ഈ ഉള്ളത് എന്ത് ചെയ്യരുത്? പോകരുത്. കാരണം ഇതിനെ നമ്മുടെ ഇവിടുന്ന് ഇച്ഛ തെറ്റിയാൽ ഇതിനെ ആര് കൊണ്ടുപോകും? അപ്പുറത്തുകാർ കൊണ്ടുപോകും. അപ്പം നമ്മുടെ പ്രശ്നം പോയതല്ല. ഇനി പോയാൽ പോകട്ടെ, പോടാ. ഒന്ന് പോയാലും എത്ര ഉണ്ട്? 99 ഉണ്ട്. അപ്പോഴും നമ്മൾ എന്തിൻ്റെ ലോകത്താണ്? നമ്മുടെ ഒരു കണക്കിന് ലോകത്താണ്. ഒന്ന് പോയാൽ എന്തുവാ? ഈ ഒരു കാര്യം പറയാം, ഈ 100 പേര് സഭയിൽ വരുമ്പം 25 പേരെങ്കിലും ഫ്രണ്ട് ഡോറിൽ കൂടെ വരുമ്പം ഈ 25 പേരെങ്കിലും ബാക്ക് ഡോറിൽ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? പോകുന്നുണ്ട്. ഈ സ്നാനപ്പെടുത്തിയതിൻ്റെ കണക്കേ നമ്മൾ പറയുന്നുള്ളൂ. പക്ഷേ എന്തിൻ്റെ കണക്ക് നമ്മുടെ കയ്യിലില്ല? പോയതിൻ്റെ കണക്ക് നമ്മുടെ ഇല്ല. ആ സ്നാനപ്പെട്ടതിനെക്കാട്ടിലും കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? പോകുന്നുണ്ട്. സത്യമോ അല്ലയോ? നമ്മൾ സ്നാനപ്പെടുത്തിയതിനെക്കാട്ടും കൂടുതൽ ആൾക്കാർ പുറം വഴിയെ ഇതിനകത്ത് കയറിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പുറത്ത് പോയിട്ടുണ്ട്. അപ്പോഴും നമ്മൾ എന്തിൻ്റെ ലോകത്താണ്? കണക്കിൻ്റെ ലോകത്താണ്. കുറേ പേര് പോയാലെന്താ? ഇത്രയും പേരെന്തെങ്കിലോ ഉണ്ടല്ലോ. ഞങ്ങളുടെ സഭയിൽ 500 പേരുണ്ട്. 500 എന്തോ നീട്ടമെന്നറിയോ? കാരണം മറ്റേ മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ ആരാ? രാജാവാ, അല്ലേ? ആഫ്രിക്കയിലോട്ടൊക്കെ ചെന്നാൽ 1,00,000 പേരുടെ ഭാഷ എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും അല്ലെന്നാണ് പറയുന്നത്. ഞാൻ പോയിട്ടില്ല. കാരണം അവിടെ എല്ലാ സഭയിലും അങ്ങനെ അങ്ങ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊന്നും അതും ബന്ധമല്ല, വിഷയമല്ല. പക്ഷേ ഇവിടെ എല്ലാം സംഭവിക്കുന്നത് ഫ്രണ്ട് ഡോറിൽ കൂടെ കുറേ പേര് വരുമ്പം ബാക്ക് ഡോറിൽ കൂടെ കുറേ പേര് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പോയിക്കൊണ്ടിരിക്കുക. അതിലേറെ പേരും പോകുന്നത് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇവിടെ നമ്മുടെ കണക്കല്ല. ആളുടെ കണക്ക് സ്വർഗത്തിൻ്റെ കണക്ക്. നമ്മൾ 99 സംതൃപ്തിപ്പെടുമ്പോൾ നഷ്ടപ്പെട്ട ഒന്നിനെ ചൊല്ലി വേദനിക്കുന്ന ഒരു ഹൃദയമാണ് ഇടയൻ്റെ ഹൃദയമെന്ന് പറയുന്നത്. അതാണ് ഈ ദിവസങ്ങളിൽ തിരിച്ചു പിടിക്കേണ്ടത്. കണക്കുകളുടെ സംതൃപ്തി പൊളിയണം.
കണക്കുകളുടെ ആ കണ്ടന്റ്മെന്റ് പൊളിയണം. ഒന്നിനെ കുറിച്ച് അതിർത്തിപ്പെടുന്ന ഇടയന്മാർ എഴുന്നേൽക്കണം. അവർ മരുഭൂമിയിൽ ആരെ വിട്ടു? 99 വിട്ടേച്ച് എങ്ങോട്ട് പോയി? കാണാതെ പോയതിനെ കൊണ്ട് പോയി. എന്തോ നേരത്തോളം അവിടെ നമ്മൾ കാണുന്നു. ആ കാണാതെ പോയവരെ, ആ വാക്ക് എല്ലാവരും ചേർന്ന് പറഞ്ഞേ, കണ്ടെത്തും വരെ. എന്തുവരെ? കണ്ടെത്തും വരെ. കാണാതെ പോയതിനെ കണ്ടെത്തും വരെ. ഒന്നുകൂടെ എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ട്, കാണാതെ പോയതിനെ കണ്ടെത്തും വരെ. അപ്പം നമ്മുടെ കൂടെ ഉള്ള ഒരാൾ നഷ്ടപ്പെട്ടാൽ ഒരന്വേഷണം വേണം. അതൃപ്തിയുടെ, അസന്തുഷ്ടിയുടെ, ഉറക്കമില്ലാത്ത രാവുകളുടെ ഒരന്വേഷണം. എന്തുവരെ? കണ്ടെത്തും വരെ. യേശുവിൻ്റെ കണക്കാണ് നമ്മുടെ കണക്കെങ്കിൽ, യേശുവിൻ്റെ മനസ്സാണ് നമ്മുടെ മനസ്സെങ്കിൽ, നമ്മുടെ കയ്യിൽ കർത്താവ് ഏൽപ്പിച്ച ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല. സഭയെ ദൈവം ഏൽപ്പിച്ച ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല. ഒന്ന് നഷ്ടപ്പെട്ടെങ്കിൽ ഇത്ര ഉണ്ടല്ലോ എന്ന് പറയുന്ന ഒരു മനസ്സല്ല ദൈവസഭയുടെ മനസ്സെന്ന് പറയുന്നത്. അത് അസ്വസ്ഥപ്പെടുകയാണ്. എന്തുവരെ? കണ്ടെത്തും വരെ. കണ്ടു കിട്ടിയാലോ അതിനെ ചുമലിലെടുത്ത് വീട്ടിൽ വന്ന് എന്തുണ്ട്? എന്നോടുകൂടെ സന്തോഷിക്കുമെന്ന് പറഞ്ഞവർ ഒരുമിച്ച് സന്തോഷിക്കുകയാണ്. അങ്ങനെ തന്നെ മാനസാധനം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി. അടുത്ത കഥ ഉപമ എന്ന് പറയുന്നത് എന്തിൻ്റെ ഉപമയാണ്? ദ്രഹ്മയുടെ ഉപമ. ദ്രഹ്മ, നാണയം. ഈ നാണയം എവിടെ കളഞ്ഞു പോയത്? അതെവിടെ ഉണ്ട്? വീട്ടിലുണ്ട്. എവിടെയാ ഉള്ളേ? വീട്ടിലാണ്. സത്യത്തിൽ നമ്മുടെ ഒരു ജീവിതം നോക്കിയാൽ മനുഷ്യനെ ഏറ്റവും കൂടുതൽ പിടിച്ചു നിർത്തുന്നതും ജീവിക്കാൻ ആഗ്രഹിക്കപ്പിടിക്കുന്നതും ജീവിതത്തിന് അർത്ഥം നൽകുന്നതും എല്ലാം തന്നെ എന്താ? വീടാണ്, അല്ലേ? വീടാണ്. പക്ഷേ ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ കരയിപ്പിച്ചിട്ടുള്ളത് നാട്ടുകാരാണോ വീട്ടുകാരാണോ? വീട്ടുകാരാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ളത് നമ്മൾ ഉദ്യോഗസ്ഥലത്താണോ വീട്ടിലാണോ? എവിടാ? വീട്ടിലാണ്. ഉദ്യോഗസ്ഥലത്തെ വിഷയം വന്ന് ഭർത്താവിനോട് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു, വേറെ പണി നോക്കുക അച്ഛൻ. അപ്പം നമുക്ക് കൂടുതലായിട്ട് എന്തോ വന്നു? കരച്ചിൽ വന്നു. നമ്മളെ ഏറെ കരയിപ്പിച്ചത് ഒരിക്കലും വെളിയിലല്ല, എവിടാ? വീടാ. എന്നാലും വീടിന് ഭയങ്കര അർത്ഥമാണ്, അല്ലേ? ഇതെല്ലാം കരയിപ്പിച്ചാലും നമ്മൾ വൈകിട്ട് എവിടെ തന്നെ വരും? വീട്ടിൽ തന്നെ വരും. എങ്ങും പോകാൻ ഇടമില്ലാഞ്ഞിട്ടൊന്നും അല്ല. അറിഞ്ഞോ അറിയാതെ വണ്ടി കയറി അവിടെ തന്നെ എന്തു ചെയ്യും? ഇറങ്ങും. എന്നും രാവിലെ പറയും മുടിഞ്ഞ വീട്ടിലോട്ട് ഞാനും കയറത്തില്ല. പക്ഷേ ആ വീട്ടിൽ തന്നെ എന്തു ചെയ്യും? അങ്ങ് വരും. ഭയങ്കര മിസ്റ്ററിയാണ് എന്തെന്ന് പറയുന്നത് വീട്. ഒരിക്കൽ ഞാൻ പലപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ ഒരു മോന് കൊച്ചിയിൽ 5 വയസ്സുകാരൻ ഒരിക്കൽ വീട് വിട്ടിറങ്ങുക. അവൻ പറഞ്ഞു, ഞാൻ ഇപ്പം പോമേ, എനിക്കത് തരുന്നുണ്ടോ? ഇല്ല. ഞാൻ പോവും. പോടാ പോ. അപ്പോൾ അവനങ്ങ് പോയി. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് നോക്കുന്നുണ്ട്, എന്ത് ചെയ്യുമെന്ന് അറിയാനാ വിളിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പറഞ്ഞു, വിളിക്കരുത്, ഇവൻ എവിടെ വരെ പോകുന്നറിയാം. ഇവൻ ഇറങ്ങി റോഡിൽ കൂടെ നടന്ന്, ഞാൻ നോക്കിയപ്പോൾ നടന്ന് തിരിഞ്ഞ് നോക്കണം, കല്ല് കെട്ടിച്ച് നോക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സൈഡിൽ കൂടെ തോടുണ്ട്, തോട്ടിൽ കൂടെ കയറി, പുറകിൽ കൂടെ കയറി, അടുക്കളയിൽ കൂടെ കയറി പോന്നു. പക്ഷെ നല്ല രസമായിരുന്നു പോക്കെ കാണാൻ. ഇവരൊന്നും എന്ത് ചെയ്യത്തില്ല, ഒന്നും പോകത്തൊന്നുമില്ല. നമ്മളെ പേടിപ്പിക്കുകയാണ്. എന്ത് ചെയ്യുന്നത് പറഞ്ഞ് പോകുമെന്ന് പറയും. നമ്മളീ പേടിക്കും, യോ മോനെ പോകല്ലേ, പോകത്തില്ലെന്ന്. ഞാൻ ഒരു വീട്ടിലൊരിക്കൽ കയറി ചെന്നപ്പോൾ നടന്ന സംഭവമാണ്. ഞാൻ ഈ കള്ളമൊക്കെ ചേർത്ത് പറയും. പക്ഷേ അത് ഈ കഥകൾ പറയുമ്പോൾ കഥ ഇത് പക്ഷേ നടന്നതാണ്. ഇനിയിപ്പോൾ വിഷയമായി നടന്നത് നടക്കാത്തത്, അല്ലേ? അപ്പോൾ അവിടെ ഞാൻ ചെന്നപ്പോൾ ഈ ഡൈനിങ് ടേബിളിൻ്റെ പുറത്തൊരു പേപ്പർ വെയിറ്റ് ഇട്ടൊരു കത്ത്. അപ്പോൾ എഴുതി വെച്ചിരിക്കുകയാണ്, അച്ചായൻ ഞാൻ എന്നേക്കുമായിട്ട് വീട് വിടുകയാണ്, ഇനി ഞാൻ തിരിച്ചു വരില്ല എന്ന് അച്ചായൻ. ഞാനങ്ങ് പേടിച്ചു പോയി. ഞാൻ ഓടിച്ചു, ആൻറ്റി ഈ എഴുത്ത് കണ്ടോ? എന്നാൽ ആൻറ്റി നോക്കിയിട്ട് പറഞ്ഞു, പാസ്റ്റർ പേടിക്കണ്ട, ഇത് ഇടയ്ക്കിടയ്ക്ക് എഴുതി വെച്ചിട്ട് പോകുന്ന പുള്ളി പേടിക്കൊന്നും വേണ്ട, ടെൻഷൻ അടിക്കണ്ട, പുള്ളി ഇങ്ങ് വരും, എങ്ങും പോകത്തില്ല. അപ്പോൾ എന്നാലും ഇതൊക്കെ പറഞ്ഞാലും എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, കളഞ്ഞു പോയതിലേറെയും ആഗോള വ്യാപകമായിട്ടുള്ള സഭകളുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇതാണ്. അമേരിക്കയിലും യൂറോപ്യൻ കൺട്രികളും എല്ലാം ഇസ്ലാം ശക്തിപ്പെടുകയാണ്, സെക്കുലറിസം ശക്തിപ്പെടുകയാണ്, എത്തീസം ശക്തിപ്പെടുകയാണ്, ഗേ മാരേജ് ശക്തിപ്പെടുകയാണ്. എന്താ കാര്യം ചോദിച്ചാൽ സഭയ്ക്കകത്താണ് ഈ പിള്ളേർ എന്ത് ചെയ്തേക്കുന്നത്? കളഞ്ഞു പോയിരിക്കുകയാണ്. വീട്ടിൽ പിള്ളേർ എന്ത് ചെയ്തു പോയി? കളഞ്ഞുപോയി. ഇത് പുറത്തു പോയ കാര്യമല്ല. ഈ കളഞ്ഞു പോയത് എവിടെ കിടപ്പുണ്ട്?
വീട്ടിൽ കിടപ്പുണ്ട്. പ്രിയമുള്ളവരെ, ഗൗരവമായിട്ട് ഓർക്കുക. അതാണ് ഉപവാസ പ്രാർത്ഥന. നാളെ വരുന്ന തലമുറ ഇന്ന് സഭയെ കയറാത്തൊരു കാലഘട്ടത്തിലെത്തി. പിള്ളേർ പറഞ്ഞ ആ പാട്ട് ഞങ്ങൾക്ക് ഇഷ്ടമില്ല, ഞങ്ങൾക്ക് ആവശ്യം ഇംഗ്ലീഷ് ചർച്ചാണ്. എന്നാൽ നീ പോയി അങ്ങ് ഇംഗ്ലീഷിൽ പാട്, നീ അങ്ങനെ എന്തെങ്കിലും കാണിക്ക്. അങ്ങനെ എന്തെങ്കിലും സാക്ഷ്യം കൊടുക്കുമ്പോൾ എന്താണ്, ഇവൻ കാട്ടിമുട്ടി എല്ലാം കൂടെ കാണിച്ച് എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെക്കും. അവസാനം അതും ഇല്ല ഇതും ഇല്ലെന്നാക്കും. അപ്പം ചുരുക്കത്തിൽ ഒത്തിരി എണ്ണം കളഞ്ഞുപോയി. എവിടെ? വീട്ടിൽ കളഞ്ഞു പോകാൻ കാര്യം എന്താ? വീട് അടിച്ചു വാരുന്ന അമ്മയില്ലാത്തത് കൊണ്ടാണ് വീട്ടിൽ കളഞ്ഞു പോകുന്നത്. ഗൗരവമായിട്ട് ഓർക്കുക. കളഞ്ഞു പോയാലും 9 ഉണ്ടെന്ന് ചിന്തിക്കുന്നതല്ല യേശുവിന്റെ കണക്ക്. നമ്മളെ ഏൽപ്പിച്ച വീടിനകത്ത് ഇനി ഒന്നും കളഞ്ഞു പോകാൻ പാടില്ല. അടിച്ചു വാരണം എന്ന് വരെ, കണ്ടെത്തും വരെ. അതാണ് ഉപവാസം, അതാണ് കരച്ചില്, അതാണ് പ്രാർത്ഥന, അതാണ് അനുതാപം. എന്തുവരെ? കണ്ടെത്തും വരെ. എല്ലാവരും ദൈവസന്നിധിയിലും കർത്താവിന് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാട്ട്. കളഞ്ഞു പോകരുത്. തലമുറ കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ഇതിനകത്തുള്ള ചെറുപ്പക്കാർ ഇന്ന് സഭയ്ക്കകത്ത് വരുന്നില്ലെങ്കിൽ, അവർ നമ്മളെ കാണുമ്പോൾ ഒളിച്ചോടി നടക്കുകയാണെങ്കിൽ, അടിച്ചു വാരണോ എന്ന് വരെ, കണ്ടെത്തും വരെ. ഈ ദിവസങ്ങളിൽ സഭയോട് സംസാരിക്കുവാൻ ദൈവം എനിക്ക് ഗൗരവമായി തന്നൊരു ദൂത്, അത് ഞാൻ ഇന്ന് PMGയിൽ കൈമാറ്റം ചെയ്യുകയാണ്. സഹോദരങ്ങളെ, അടിച്ചു വാരുന്ന ചിലർ വേണം. നമ്മളെ ഏൽപ്പിച്ച ദ്രഹ്മ കളഞ്ഞു പോകരുത്. അതെവിടെ കിടപ്പുണ്ട്? വീട്ടിൽ കിടപ്പുണ്ട്. ഉണ്ടോ? ചെല്ലൊന്നും ഇന്ന് വരുന്നില്ല ആരാധനത്തിൽ. പിള്ളേർ അന്ന് ആരാധിച്ചുകൊണ്ടിരുന്ന പിള്ളേർ ഇന്ന് ആരാധിക്കുന്നില്ല. അവൻ പറയുന്നു, ഇതിനകത്തൊന്നും വലിയ താല്പര്യം തോന്നുന്നില്ല. അപ്പൊ എന്താ കാര്യം? എവിടെയോ ചിലത് കളഞ്ഞു പോകുകയാണ്. എവിടെ? ഞാനിപ്പോൾ സംസാരിക്കുന്നത് തമ്പാനൂർ സ്റ്റാൻഡിലെ ചമട്ടുകാരെ കുറിച്ചല്ല. വീടിനകത്ത് കിടക്കുന്ന ചിലത് കളഞ്ഞു പോയതിനെ തിരഞ്ഞു പിടിക്കണമെങ്കിൽ വീട് അടിച്ചു വാരിയേ ഒക്കത്തുള്ളൂ, സഭ അടിച്ചു വാരിയേ ഒക്കത്തുള്ളൂ. നമുക്ക് ഒരുമിച്ചൊരു അടിച്ചു വാരിയാൽ മാത്രമേ ഇനി നമ്മുടെ കൈ ദൈവം ഏൽപ്പിച്ച തലമുറകളെന്ന ആ ദ്രഹ്മകൾ ഇനി കളഞ്ഞു പോകാതിരിക്കുകയുള്ളൂ. എല്ലാവരും കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. പട്ടണത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നവരെ അപ്പൊ തന്നെ മനസ്സിലാക്കണം, പട്ടണ നിവാസികൾ, ഇവിടെ സാധ്യത ഏറെയാണ്. ആര് കളഞ്ഞു പോകാൻ? ബ്രഹ്മകൾ കളഞ്ഞു പോകാൻ. എവിടെ? വീടിനകത്ത്. സത്യമല്ലേ? എവിടെ? വീടിനകത്ത്. ഞാൻ വളരെ എവിടെയൊക്കെയോ ചില മടുപ്പുകൾ കാണുമ്പോൾ, അവന് പ്രാർത്ഥനയ്ക്ക് വരാൻ ഇഷ്ടമില്ലാതിരിക്കുമ്പോൾ, ഹല്ലേലൂയ, അവൻ്റെ അന്യഭാഷ കുറയുമ്പോൾ, അവനിതിന് താല്പര്യമില്ലെന്ന് പറയുമ്പോൾ, പ്രാർത്ഥിക്കാൻ ഇറങ്ങി വരാൻ പറഞ്ഞാൽ മുറിയിൽ നിന്ന് ഇറങ്ങി വരാതിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഞായറാഴ്ച തലവേദനയാണെന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുമ്പോൾ, കണ്ണീര് കൊണ്ട് അടിച്ച് വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ണീരിൻ്റെ ഒരു അടിച്ചുവാരനുണ്ടാകണം. എവിടെ? വീടിനകത്ത് കളഞ്ഞു പോകുക. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ ഗൗരവമായിട്ടാണ് ഞാൻ ഇന്ന് രാത്രി പകലിത് പറയുന്നത്. എല്ലാവരും അല്പസമയം ആ കരങ്ങളെ തട്ടി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഇനി നമ്മുടെ ഇടയിൽ നിന്ന് ആരും കളഞ്ഞു പോകണ്ട. കളഞ്ഞു പോകരുത്. ഗൗരവമായി ഇന്ന് പകൽ ഓർക്കുക. ഊടബല കഥന റിബല ഹഷന രബല കഥന റിഗന രഗജ രബന കഥന രബന. കളഞ്ഞു പോകാൻ പാടില്ല. ഒരു തലമുറയും കളഞ്ഞു പോകരുത്. കർത്താവേ, ഞങ്ങൾക്ക് നീ തന്ന ഒന്നും കളഞ്ഞു പോകണ്ട. അപ്പച്ചാ, ഞങ്ങൾക്ക് നീ തന്ന ഒന്നും കളഞ്ഞു പോകണ്ട. ഇതാ ഞാനും നീ എനിക്ക് തന്ന മക്കളും എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ സന്നിധി നിൽക്കുവാൻ ഞങ്ങൾക്കിടയാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കർത്താവിനൊന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ട്. മാതാപിതാക്കളെ, തലമുറകളെയോ തൽപ്പസമയം പ്രാർത്ഥിച്ചാട്ട്. കളഞ്ഞു പോകാൻ ഏറെ സാധ്യതയുള്ള രോഗത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആർക്കും ആരെയും കൺട്രോൾ ചെയ്യാൻ ഒക്കത്തില്ല. എന്നാൽ ഇവിടെ നമുക്കൊരു അമ്മയുണ്ട്, കണ്ടു കിട്ടുന്നത് വരെ അടിച്ചു വാരുന്ന ഒരമ്മ. ൗഡപരംതല രേബലപച്ചല ഭത്തുരപച്ചല വൈഡപരംത അന്തേരേജെ രേകേരന്തെ റീബലപച്ചല വൈഡപരംതല ഭത്തുരപൗഡല. ഹല്ലേലൂയ. കണ്ടു കിട്ടുന്നത് വരെ എന്ത് ചെയ്തു? അവൾ അടിച്ചു വാരി. എന്തുവരെ? കണ്ടു കിട്ടുന്നത് വരെ. കണ്ടു കിട്ടിക്കഴിഞ്ഞപ്പോൾ വലിയ സന്തോഷം അവിടെ ഉണ്ടാവുകയാണ്. വീണ്ടും അടുത്ത ഉപമയിലേക്ക് നമുക്ക് പോകാം.
അവിടെ നമ്മൾ കാണുന്നത് വളരെ പ്രസിദ്ധമായൊരു ഉപമ. ഈ ഉപമ എന്താണ്? പാരബിൾ ഓഫ് ദ പ്രോഡിഗൽ സൺ. നമ്മളിട്ട പേരാണ് മുടിയനായ പുത്രൻ. അങ്ങനെ വാക്ക് വേദവസത്തിയില്ല. നമ്മൾ പക്ഷേ ഈ പുത്രന് പേരിട്ടു. എന്ത് പുത്രൻ? മുടിയന പുത്രൻ, മുടിഞ്ഞു പോയ മകൻ. നമ്മൾ പേരിടാൻ എന്ത് മിടുക്കരാണെന്നറിയാമോ? ഓരോ നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ അവനോട് പേരിട്ടു. അവൻ ഏത് പുത്രനാ? മുടിയനായ പുത്രൻ. അങ്ങനെ ഒരു പേര് ഇതിനകത്തുണ്ടോ? ഇല്ല. മലയാളിയുടെ മിടുക്കെ. അവൻ എന്ത് പേരെടുക്കാൻ മിടുക്കാണ്? പേരിടാൻ മിടുക്കാണ്. പക്ഷേ യേശുവിൻ്റെ വാക്ക് അങ്ങനെ അല്ല. യേശു അങ്ങനെ പറയത്തുമില്ല. അപ്പം നോക്ക്, ഇവിടെ ഒരപ്പന് എത്ര മക്കൾ? 2 മക്കൾ. അപ്പോൾ ഈ കഥയിൽ ആകെപ്പാടെ എത്ര പേരുണ്ട്? എത്ര കഥാപാത്രങ്ങളുണ്ട്? 3 കഥാപാത്രങ്ങൾ. ഒന്നാര്? അപ്പൻ. പിന്നെ ആര്? 2 മക്കൾ. ഒന്ന് എൽഡർ വൺ ആൻഡ് യങ്ങർ വൺ, മൂത്തവനും ഇളയവനും. അപ്പോൾ ഈ മൂത്തവനും ഇളയവനും അങ്ങ് അടങ്ങുന്ന ആ കുടുംബം. അമ്മയുണ്ടോ? ഉണ്ട്. ഇതൊരു മെയിൽ ഷോമനിസ്റ്റിക് സൊസൈറ്റിയാണ്. പുരുഷ മേധാവിത്വം നിലനിൽക്കുന്ന ഒരു സമൂഹമായിരുന്നു ഇസ്രായേലിയ സമൂഹം. അതുകൊണ്ട് തന്നെ അവർ അമ്മയുടെ കാര്യം ഒരിക്കലും എന്ത് ചെയ്തില്ല? പറയത്തില്ല. അത്ര ഒരു സമൂഹമായിരുന്നു. അതുകൊണ്ടാണ് യേശുവിൻ്റെ അടുക്കൽ ഒരിക്കൽ പാപത്തിൽ പിടിക്കപ്പെട്ട ആരെ കൊണ്ടുവന്നു? സ്ത്രീയെ കൊണ്ടുവന്നു. പിന്നെ അവൾ ഒറ്റയ്ക്ക് പാപം ചെയ്തു. അതെങ്ങനെ ഒക്കുന്നത്? പക്ഷേ അവിടെ ആരില്ല? പുരുഷനില്ല. ഇതാണ് ഈ സമൂഹത്തിൻ്റെ പ്രശ്നം. സമൂഹം വന്നിട്ട് അവളെ എന്ത് ചെയ്യുക? കല്ലെറിയുക. ആ കൂട്ടത്തിൽ പുരുഷന്മാരും ഉണ്ട്. പക്ഷേ അവരും കൂട്ടത്തിൽ എന്തോ എടുത്തു? കല്ലെടുത്തു. അതാണ് ഈ സമൂഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അമ്മ ഉണ്ട്. അമ്മയില്ലാത്തൊരു വീടൊന്നും അല്ലായിരിക്കണം ഇത്. പക്ഷേ അമ്മ ഇവിടെ സൈലൻ്റാണ്. ആ സൈലൻ്റായിരിക്കുന്ന അമ്മ. പക്ഷേ അമ്മയ്ക്ക് ഭയങ്കര റോളുണ്ട്. തൊട്ട് മേളത്തെ വീക്ക് പറയുന്നു, ആ സ്ത്രീ അതെല്ലാം എന്ത് ചെയ്തു? അടിച്ചു വാരുന്നു. പക്ഷേ വീട് അടിച്ചു വാരണമെങ്കിൽ അപ്പനല്ല വേണ്ടത്. ആര് വേണം? അമ്മ വേണം. സത്യമാണ്. അമ്മയുണ്ടെങ്കിലേ എന്തുണ്ടാകത്തുള്ളൂ? അടിച്ചുവാരലുണ്ടാകത്തുള്ളൂ. അടിച്ചുവാരലുണ്ടാകത്തുള്ളൂ. കരയണമെങ്കിൽ ആര് വേണം? അമ്മ വേണം. കരയണമെങ്കിൽ അമ്മ വേണം. അപ്പനിതൊന്നും അത്രയും വലിയ വിഷയമല്ല. പക്ഷേ ഏറ്റവും കൂടുതൽ കരയുന്ന ആരാ? അമ്മയാണ്. അപ്പം ഇവിടെ ഈ അപ്പന് 2 മക്കൾ. അതിന് ഈ ഇളയ മോൻ വന്ന് എന്ത് ചോദിച്ചു? അപ്പോൾ എനിക്കുള്ള എന്ത് തരാൻ പറഞ്ഞു? സ്വത്ത് തരാൻ പറഞ്ഞു. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന, ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെ സ്വത്ത് കൈമാറ്റം കാര്യമായി നടക്കാറില്ല. അതുകൊണ്ടാണ് യേശു കർത്താവിൻ്റെ അടുക്കൽ ഒരിക്കൽ ഒരു ശിഷ്യൻ വന്ന് പറഞ്ഞു, എനിക്ക് ആരെ അടക്കണം? അപ്പനെ അടക്കിയിട്ട് ഞാൻ ആരെ അനുഗമിക്കാം? നിന്നെ അനുഗമിക്കാം എന്ന് പറയുമ്പോൾ അപ്പനെ അടക്കുക മാത്രമല്ല വിഷയം. അപ്പനെ അടക്കിയാലേ അപ്പൻ്റെ എന്തോ കിട്ടത്തുള്ളൂ. അപ്പം മരിച്ചാലേ എന്ത് കിട്ടത്തുള്ളൂ? അല്ലാതെ മരിച്ചിട്ട് മോർച്ചറി വെക്കുമൊന്നും അല്ലായിരുന്നു. അന്ന് എന്തോ ഇല്ല, മോർച്ചറി ഒന്നും ഇല്ല. അപ്പം വിഷയം അപ്പൻ ഇച്ചിരി രോഗമായിട്ട് കിടക്കുകയാണ്. ഈ അപ്പൻ എന്ത് ചെയ്യണം? മരിക്കണം. മരിച്ചാലേ എന്തോ കിട്ടത്തുള്ളൂ? സ്വത്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ അവൻ്റെ വിഷയം അപ്പനല്ല, പിന്നെന്താ? സ്വത്താണ്. അപ്പോൾ നമ്മുടെ അപ്പൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് അപ്പൻ്റെ കാലശേഷമാണ് എന്ത് കിട്ടുന്നത്? സ്വത്ത് കിട്ടുന്നത്. പക്ഷേ ഇവിടെ നല്ലൊരു അപ്പൻ. ഈ അപ്പൻ ജീവിച്ചിരിക്കുമ്പോഴേ ചോദിച്ച് എന്ത് ചെയ്തു? കൊടുത്തു. നമ്മുടെ അപ്പന്മാരാണ് അങ്ങനെ കൊടുക്കുമോ? ഇല്ല. നമ്മളെല്ലാം എപ്പോഴാണ് കൊടുക്കുന്നത്? കാലശേഷം. വില്ലെഴുതി വെക്കും, എൻ്റെ കാലശേഷം. ഇതൊന്ന് പിന്നൊന്ന് വില്ലേജ് ഓഫീസിൽ ചെന്നൊന്ന് പേര് കൂട്ടണമെങ്കിൽ എന്തോ പാടാ. പിന്നെ അളിയൻ മുടക്കിപ്പോയെങ്കിൽ പിന്നെ അളിയൻ്റെ കാലെ പിടിക്കണം. കാരണം അവരും കൂടെ വന്ന് എന്തോ ഇടണം? ഒപ്പിടണം. ജീവിച്ചിരിക്കുമ്പോൾ തന്നിട്ട് പോയാൽ എന്തോ എളുപ്പമായിരുന്നു. പക്ഷേ ഇങ്ങനെ എന്ത് ചെയ്യത്തില്ല? തരത്തില്ല. കാരണം തരാത്ത എന്നാ ചോദിച്ചാൽ നമ്മളെ എന്തോ ഇല്ല, വിശ്വാസമില്ല. നമ്മളെപ്പം കൊണ്ട് എവിടെ ആക്കുമെന്ന് അറിയാം. ഓൺലൈൻ ജോമിൽ കൊണ്ട് ആക്കുമെന്ന് ആർക്ക് പേടിയാ? അപ്പന് പേടിയാ. അതുകൊണ്ടാണ് ഈ അപ്പൻ ഇതെല്ലാം ഒരു പിടി വെച്ചേക്കുന്നത്. അവസാനം വെക്കും, എന്നെ നോക്കുന്ന മോനെ ഇതുകൂടെ എന്ത് ചെയ്തേക്കാം? കൊടുത്തേക്കാം. അതിനെങ്കിലും ഇവൻ എന്നെ എന്ത് ചെയ്യട്ടെ? നോക്കട്ടെ. ഏതായാലും ഈ അപ്പൻ നല്ലപ്പൻ. അപ്പൻ എന്തോ കൊടുത്തു? സ്വത്ത് കൊടുത്തു. ഈ സ്വത്ത് മേടിച്ചുകൊണ്ട് ഈ കൊച്ചൻ എങ്ങോട്ട് പോയി? ദൂരേട്ട് പോയി. എങ്ങോട്ടാണ് പോയത്? ദൂരേട്ട് പോയി. അവിടെ കൂട്ടുകാരുമായിട്ട് അടിച്ച് കളിച്ച് വല്ലാതെ ദുർനടപ്പുകാരനായി. അത് കഴിഞ്ഞ് എവിടെ ചെന്നു? അവിടെ വലിയ ധനാഢ്യനായ ഒരു മനുഷ്യൻ്റെ അടുക്കൽ ചെന്നിട്ട് പന്നിയെ മേയ്ക്കുന്ന തൊഴിലിൽ ഏർപ്പെട്ടു. പ്രിയമുള്ളവരെ നോക്കണം, സിന്നെന്ന് പറയുന്നതിന് ഇറ്റ്സ് ഓൾവേസ് ആസ് ഒരു ഡിസെൻഡിങ് പ്രോസസ്സാണ്. സിൻ ഇങ്ങനെ നോക്കിക്കുക, പാപം ഒരു ഡിസെൻഡിങ് പ്രോസസ്സാണ്. പാപം നമ്മളെ അങ്ങ് ദൂരെ കൊണ്ടുപോകും. ആദ്യം എവിടെ നിന്ന് കൊണ്ടുപോയി? വീട്ടിൽ നിന്ന് കൊണ്ടുപോയി. വീട്ടിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയി? ദൂരോട്ട് കൊണ്ടുപോയി. അവിടെ കൂട്ടുകാരെടുക്കെ കൊണ്ടുചെന്നു. അവിടുന്ന് ദുർനടപ്പിലെത്തിച്ചു. അവിടുന്ന് അവസാനം ഒരു പന്നിയെ മേയ്ക്കുന്ന തൊഴിലിൽ കൊണ്ടെത്തിച്ചു. ഒരു കാര്യം, പാപം ഒരിക്കലും നമ്മളെ ഉയർത്തത്തില്ല. എന്നാൽ വിശുദ്ധിക്ക് എപ്പോഴും ഒരു അസെൻഡിങ് പ്രോസസ്സാണ് ഉള്ളത്. അത് നമ്മളെ ഉയർത്തിക്കൊണ്ടിരിക്കും.
എന്തോളം? ക്രിസ്തു എന്ന തലയോളം. അവസാനം അവിടുത്തോടൊപ്പം ഇരുന്നു കൊണ്ട് അവിടുത്തെ മുഖം കൊണ്ട് ആരാധിക്കുന്ന ആ വലിയ പദവിയിലേക്ക് സ്വർഗത്തോളം അത് നമ്മളെ കൊണ്ടെത്തിക്കും. എന്നാൽ പാപം നമ്മളെ നരകത്തോളം കൊണ്ടെത്തിക്കും. Someone rightly said, sin always shrinks us. പാപം നമ്മളെ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? ചുരുക്കും. ഇവിടെ ചുരുക്കുകയാണ് അല്ലേ? അപ്പൻ്റെ വീട്ടിലെ മോൻ ഇപ്പോൾ എവിടെ താമസിക്കുക? പന്നിയെ മേയ്ക്കുക. ഇതവനെ ചുരുക്കുക. പ്രിയമുള്ളവർ, ഒരു കാര്യം ഓർത്തോണേ എൻ്റെ പൊന്നുമക്കളെ, പാപത്തിൻ്റെ പിന്നാലെ പോയാൽ പാപം നിങ്ങളെ എന്ത് ചെയ്തും? ചുരുക്കിക്കളയും. എന്നാൽ കർത്താവ് നിങ്ങളെ ഒരിക്കലും ചുരുക്കത്തില്ല. കർത്താവ് നിങ്ങളെ ഉയർത്തുന്ന ദൈവമാണ്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അത് ഇച്ചിരി പ്രയാസമായിട്ട് തോന്നിയാലും നാളുകളിൽ അത് അനുഗ്രഹമായിട്ട് മാറും. അങ്ങനെ ഈ മകന് സ്വത്ത് മേടിച്ചുകൊണ്ട് പോയി പന്നിയെ മേയ്ക്കുന്നിടത്ത് ചെന്നു. അവിടെ ചെന്നപ്പോഴാണ് ഇവന് വിശന്നപ്പോൾ ഇവൻ ഓർത്തു, എന്തുകൊണ്ട് കഴിക്കാം? വാളവരവുണ്ട്. വാളവരവെങ്കിലും തിന്ന് എന്ത് കഴിക്കാൻ ആഗ്രഹിച്ചു? ഞാൻ എവിടെയോ വായിച്ചത്, ഈ വാളവരെന്ന് പറഞ്ഞത് ഈ നമ്മുടെ ഈ ജ്യൂസൊക്കെ മുന്തിരിയുടെ ഒക്കെ ജ്യൂസ് എടുത്ത് വരുമ്പോൾ അതിൻ്റെ അവസാനം വരുന്ന പിശറുണ്ടല്ലോ, അതാണെന്തെന്ന് വാളവര. അതാ കാരണം ഇനി എന്തോ എടുക്കാനില്ല, നീരൊന്നും എടുക്കാനില്ല, അതിൻ്റെ പേരാണ് എന്ത്? വാളവര എന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞു പോകുന്നത്, ആ പിശട് ഇവന് കഴിക്കാനായിട്ട് കൊടുക്കുന്ന പന്നിക്ക് കഴിക്കാൻ കൊടുക്കുക. നമ്മൾ ഈ നാരങ്ങാത്തോടൊക്കെ അവസാനം എന്തു ചെയ്യും? കളയും. എന്തോരം പിഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് എത്ര പേർക്ക് വെള്ളം കൊടുക്കും നമ്മൾ? അവസാനം നമ്മൾ എന്തു ചെയ്യും? കളയും. ഒരിക്കൽ ഒരു ടൗണിൽ ഈ നമ്മുടെ ഈ സൈഡിലൊക്കെ നിന്നുകൊണ്ട് അഭ്യാസം കാണിക്കുമല്ലോ, അവിടെ ഒരുത്തൻ കൈയൊക്കെ കൊട്ടി വരികയാണ്. അയാളുടെ കയ്യിൽ ഒരു നാരങ്ങാത്തോടുണ്ട്. അയാൾ പറയുന്നു, ഈ നാരങ്ങാത്തോട് പിഴിഞ്ഞ് ഇനി ഇതിനകത്തുനിന്ന് ഈ ചാറ് വരുത്തുന്നവന് സമ്മാനം കൊടുക്കുമെന്ന് പറഞ്ഞു. ഇപ്പം എല്ലാ മിടുക്കന്മാരും വന്നിട്ട് നോക്കിയിട്ടൊന്നും എന്തോ ഇല്ല, ചാറ് വരുന്നില്ല. അപ്പോൾ അതുവഴി പോയ മെല്ലിച്ച ഒരു മനുഷ്യൻ വന്നിട്ട് അത് പിഴിഞ്ഞു. എന്നിട്ട് ഒരു 2-3 തുള്ളി ചാറ് വന്നു. ഇപ്പോൾ എല്ലാവരും കൈ അടിച്ചു. ഇതിനോട് ചോദിച്ചു, ഇങ്ങനെ ആരാ ഇതെങ്ങനെ ഒത്തം ചോദിച്ചാൽ പറഞ്ഞു, ഞാനൊരു പാസ്റ്ററാണ്, ഞങ്ങളുടെ അവിടെ പള്ളിയുടെ പണി നടന്നുകൊണ്ടിരിക്കുക, എനിക്ക് നല്ലപോലെ എന്തോ അറിയാം, പിഴിയാൻ അറിയാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പിഴിഞ്ഞാൽ ഏതിനകത്തുനിന്ന് എന്തോ വരും? പിന്നെ നമുക്ക് എന്തോ അറിയാം, നല്ലപോലെ എന്തോ അറിയാം, പിഴിയാൻ അറിയാം. പിന്നെ ചിലതിനെയൊക്കെ ഇങ്ങനെ പിഴിഞ്ഞാലേ എന്ത് കിട്ടത്തുള്ളൂ. ഞങ്ങളുടെ തമ്പി പാസ്റ്റർ പറയുന്ന ഒരു സംഭവം, തമ്പിച്ചാനും വേറൊരാളും കൂടെ എങ്ങാണ്ട് കൂടെ പണ്ടത്തെ കാലത്ത് ട്രാക്റ്റ് കൊടുത്ത് പോവുകയാണ്. അപ്പം തമ്പിച്ചാൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, വിശന്ന് കൂറ കത്തിപ്പോവുക. അപ്പം തമ്പിച്ചാൻ പറഞ്ഞടാ എനിക്ക് വിശക്കുന്നു, നിൻ്റെ വല്ലതും ഉണ്ടോ? ഇല്ല. അങ്ങനെ പോയി. അപ്പം പറഞ്ഞ് ദാഹിക്കുന്നു, ഒരു ചായ കുടിക്കാൻ കാശുണ്ട്? ഇല്ല. അപ്പം തമ്പിച്ചാൻ പൈപ്പിൽ നിന്ന് 2 പേരും കൂടെ വെള്ളം കുടിച്ചിട്ട് പിന്നെ മുമ്പോട്ട് പോയി വെറും പൈപ്പ് വെള്ളം കുടിച്ചപ്പോഴത്തേന് വയറ്റിൽ പ്രശ്നം തുടങ്ങി. അപ്പോൾ ഇങ്ങനെ അവർ നടന്ന് പോവുകയാണ് ട്രാക്റ്റ് കൊടുത്ത്. അപ്പോഴത്തേന് ആകെ പ്രശ്നമായി, വയറൊഴിയാൻ തുടങ്ങി, ലൂസ് മോഷനായി. അപ്പോൾ ഈ എട്ടുത്തിട്ടങ്ങ് പോവുക, വഴി പൊഴിയുന്നപ്പോൾ അങ്ങനെങ്കിലുമൊക്കെ പോവുക പാവം. അപ്പോൾ നമ്മുടെ നാട്ടിലറിയാം, ഒരു കടിഞ്ചായക്കകത്ത് നാരങ്ങ പിരിഞ്ഞ് ഒഴിച്ചാൽ മതി, ഈ സംഭവം എന്താവും? ഓക്കെ. അപ്പോൾ സഹോദരനോട് ചോദിച്ചാൽ, പൊന്നു മോനെ എടാ നിൽക്കാൻ വയ്യാടാ, നിൻ്റെ വല്ലതും ഉണ്ടോ ഒരു കടിഞ്ചായ? എൻ്റെ കയ്യിലൊന്നും ഇല്ല. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ആ പുള്ളിക്കും എന്തോ തുടങ്ങി, പ്രശ്നം തുടങ്ങി. ഒരു 8-10 പ്രാവശ്യം ഇളകിയപ്പോൾ ആ പുള്ളി പറയാം, തമ്പിക്കുഞ്ഞെ എൻ്റെ ഷർട്ടിൻ്റെ കൈ ഒന്ന് അടിച്ച് അതിനകത്ത് ഇച്ചിരി പൈസ ഇരിപ്പുണ്ട്, അതൊന്ന് എടുത്തിട്ട് ചായ മേടിക്കാൻ. അപ്പം പുള്ളിയുടെ കൂടെ ഇളകിയപ്പോഴാണ് പുള്ളിയുടെ ഈ തെറ് അഴിഞ്ഞത്. ഈ നമ്മൾ പണ്ട് ഈ പൈസ എവിടെ വെക്കും? കൈയുടെ ഇതിനകത്ത് വെക്കത്തില്ലേ? ഇതൊന്നും പേഴ്സൊന്നും ഇല്ലാത്ത സമയത്ത് അത് എവിടെ വെച്ചാലും അടിച്ചോട്ട് പോകുന്നത് നിങ്ങളെപ്പോലെ ഉള്ളതല്ലേ. അതിന് ഞങ്ങൾ ആ പഴയ അപ്പന്മാർ ചെയ്യുന്നത് ഈ തെറുപ്പിനകത്ത് എന്താ വെക്കും? കാശി വെക്കും. അപ്പോൾ അങ്ങനെ അയാൾ പറയാണ്, അതൊന്ന് അടിക്കാൻ അതിനകത്ത് എന്തോ ഇരിപ്പുണ്ട്, കാശിരിപ്പുണ്ട്. അപ്പോൾ ഇവരെ ചിലതിനെ പിടിഞ്ഞാലേ എന്ത് കിട്ടത്തുള്ളൂ? കാശ് കിട്ടത്തുള്ളൂ അല്ലേ? അപ്പം അങ്ങനെ ഒരു സാധനമായിരിക്കണം വാളവരെ. എന്തോ ആയിക്കോട്ടെ, ഏതായാലും വാളവരെങ്കിലും തിന്ന് എന്തടക്കാൻ ആഗ്രഹിച്ചു? വിശപ്പെടെ പാപം കൊണ്ട് എത്തിച്ചത് കണ്ട മക്കളെ, എവിടെ? പന്നിയുടെ കൂട്ടിനകത്ത് വിശന്ന് പൊരിയുക. ഒരു കാര്യം ഓർത്തോണേ, പാപത്തിൻ്റെ വഴിയെ പോയ അവസാനം പിശാചിനും വേണ്ട, കൂട്ടുകാർക്കും വേണ്ട, ആർക്കും വേണ്ടാതെ വലിച്ചെറിയപ്പെടുന്നൊരു സമയമുണ്ട്. എന്നാൽ ദൈവത്തോടൊപ്പം ചേർന്ന് കിടന്നാൽ അവൻ നിന്നെ ചേർത്ത് കൊള്ളുന്ന ദൈവമാണ്. ഈ കുഞ്ഞ് ഇറങ്ങിപ്പോയത് എവിടുന്നാ? വീട്ടിൽ നിന്നാ. അതാ ഏറെ സങ്കടം. ഇന്ന് പലരും ഇറങ്ങിപ്പോയത് എവിടുന്നാ? വീട്ടിൽ നിന്നാ. ഒരിക്കലെങ്കിലും അകത്ത് കയറിയവൻ
ഇറങ്ങിപ്പോയാൽ കരയാൻ നമ്മൾ ബാധ്യസ്ഥരാ. കാരണം നമ്മുടെ അകത്ത് വന്നവരാരും എന്ത് ചെയ്യാൻ പാടില്ല, ഇറങ്ങിപ്പോകാൻ പാടില്ല. ഡി അഡിഷൻ ക്യാമ്പുകൾ ഏറെ നടത്തുന്ന ഒരു സമൂഹമായത്. നമ്മളെല്ലാവരും പറയുന്നു പകുതി പേര് വന്നാൽ, ഞാൻ പറയുന്ന സാറിൻ്റെ കാര്യമുണ്ട്, 10 പേര് വന്നാൽ 5 എണ്ണം ശരിയാകും, 5 എണ്ണം എന്ത് ചെയ്യും, പോകും. അല്ല യേശുവിൻ്റെ കണക്ക്. ഈ കണക്ക് കണ്ടപ്പോൾ ഞാൻ ഓർത്തു, നിന്ന 5-ലല്ല ഞാൻ സന്തോഷിക്കേണ്ടത്, പോയ 5-ലാണ് എന്നെ വേദനിപ്പിക്കേണ്ടത്. നിന്ന 5-ൻ്റെ സന്തോഷത്തെക്കാട്ടിലും പോയ 1 എന്നെ കരയിപ്പിക്കണം. എന്തുവോളം? കണ്ടെത്തുവോളം. കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. കണ്ടെത്തുവോളം, കണ്ടെത്തുവോളം, കണ്ടെത്തുവോളം. അപ്പോൾ അവിടെ ഇരുന്നപ്പോഴാണ് ഈ മകന് സുബോധം വന്നു. സുബോധം വന്നപ്പോൾ ഇവൻ ആരെക്കുറിച്ച് ഓർത്തു? അപ്പൻ്റെ വീടിനെക്കുറിച്ച് ഓർത്തു. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്. അവന് സുബോധം വന്നിട്ട് എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ. അപ്പോൾ അവൻ ആദ്യം ഓർത്ത ഒരു സംഭവം അവിടെ എഴുതി വച്ചിരിക്കുക. അതാണ് എന്നെ വളരെ ചിന്തിപ്പിക്കാൻ കാര്യം. അപ്പൻ്റെ കൂലിക്കാർ എന്ത് ചെയ്യുന്നു? ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു. എല്ലാവരും ആ വാക്കെന്ന് പറഞ്ഞേ, ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു. നമ്മൾ ആ കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കണം. ബൈബിൾ എപ്പോഴും വായിക്കുമ്പോൾ ബൈബിളും പത്രവും ബൈബിളും കോണ്ടസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യണം. ആ കോണ്ടസ്റ്റിലേക്ക് ബൈബിളിനെ കൊണ്ടുവരുന്നതാണ് ആ ഇൻ്റർപ്രിട്ടേഷൻ്റെ ടാസ്ക് എന്ന് പറയും. അതിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇൻ്റർപ്രിറ്റ് ദ ബൈബിൾ ഇൻ ഇറ്റ്സ് കോണ്ടസ്റ്റ്. 2000 വർഷം മുമ്പ് എഴുതപ്പെട്ട ബൈബിളിനെ എങ്ങോട്ട് കൊണ്ടുവരിക? നമ്മുടെ കോണ്ടസ്റ്റിലേക്ക് അതിനെ കൊണ്ടുവരിക. ഇപ്പോൾ ഇവിടെ ഈ കോണ്ടസ്റ്റ് നോക്കുക. ഈ കുഞ്ഞ് ഓർത്തു. ആരെ ഓർത്തു? അപ്പൻ്റെ വീടിനെ ഓർത്തു. അപ്പൻ്റെ വീട്ടിനെ കുറിച്ച് ഓർത്തപ്പോൾ ഇവരുടെ മനസ്സിൽ വന്ന ഒരു ചിന്ത, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എന്ത് ശേഷിപ്പിക്കുന്നു? കൂലിക്കാർ ഭക്ഷണം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ശേഷിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഗൗരവമായി ഓർക്കേണ്ട ഒരു കാര്യം. നമ്മുടെ കേരള സമൂഹത്തിൽ, പ്രത്യേകിച്ച് സിറിയൻ ക്രിസ്ത്യൻ സമൂഹത്തിനകത്തൊക്കെ നോക്കിയാൽ 2 തലമുറകൾക്ക് മുമ്പ് വളരെ വലിയ പ്രമാണികളായിരുന്ന പല കുടുംബങ്ങളും ഇന്ന് പട്ടുപോയി. തറവാടുകൾ ക്ഷയിച്ചു, അത് പൊളിച്ചെഴുതു, അത് സൊസൈറ്റി കടം വെച്ച് അവർ ജപ്തി ചെയ്യുന്നു. അവിടുത്തെ കുഞ്ഞുങ്ങൾ ഇന്ന് ഓട്ടോ ഓടിക്കുന്നു. എന്താ കാര്യം ചോദിച്ചാൽ, തപ്പിച്ചെന്നാൽ ഒരു 70 വയസ്സ് പ്രായമുള്ള ഒരാൾക്ക് ചരിത്രം അറിയാവുന്നവർ പറയുന്നൊരു കാര്യമുണ്ട്, വീട്ടിൽ നിലവിളിയുണ്ട്. കൂലിക്കാർ പക്ഷേ ഈ അപ്പൻ്റെ വീട് നോക്ക്, ഇവിടെ കൂലിക്കാർ എന്ത് ശേഷിപ്പിച്ചു? ഭക്ഷണം കഴിച്ച് എന്ത് ചെയ്യുന്നു? ശേഷിപ്പിക്കുന്നു. നമ്മുടെ പുരാതന സമൂഹങ്ങളിൽ കൂലിക്കാർക്ക് എന്ത് കൊടുക്കത്തില്ല? ഭക്ഷണം കൊടുക്കത്തില്ല. നമ്മുടെ നാട്ടിൽ ചൊല്ലുണ്ട്, കൊമരനെന്നും കഞ്ഞി എവിടാ? കുമ്പിളില്ല. എന്താ കാര്യം ചോദിച്ചാൽ, ഈ അന്ന് ഈ മുറ്റത്ത് കുഴി കുത്തും, കുഴി കുത്തിയിട്ട് കുമ്പിൾ കുത്തും, വട്ടേര കൊണ്ടൊക്കെ കുമ്പിൾ കുത്തിയിട്ട് ആ കുമ്പിളി കുഴിക്കകത്ത് വെക്കും. അതിനകത്തോട്ടാണ് ഇയാൾക്ക് എന്താ കൊടുക്കുന്നത്? കഞ്ഞി കൊടുക്കുന്നത്. അപ്പോൾ ഇവർ ഈ വിശപ്പ് കൂടുതലാണെങ്കിൽ ഇതിനൊരു തുളയിടും. അപ്പം കുറേ കഞ്ഞിവെള്ളം ഒഴുകി പോകുമ്പോൾ ഇച്ചിരൂടെ കഞ്ഞി എന്ത് ചെയ്യും? കിട്ടും. എന്നാലും വയറ് നിറയാൻ എന്തോ കൊടുക്കത്തില്ല? കഞ്ഞി കൊടുക്കത്തില്ല. വയറ് നിറയാൻ കഞ്ഞി കൊടുക്കത്തില്ല. പെന്തക്കോസ്ത് ഭവനങ്ങളിൽ ജോലി ചെയ്യുന്ന എത്രയോ അടുക്കളക്കാരികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റേ ഇവളുമാർ കട്ട്ലേറ്റ് വറപ്പിക്കും, ചിക്കൻ വറപ്പിക്കും, കരിമീൻ വറപ്പിക്കും. പക്ഷേ വറക്കുന്നതിന് മുമ്പ് അമ്മാമ്മ എടുത്തോണ്ട് പോകും. ഒരു കട്ട്ലേറ്റ് രുചി നോക്കാൻ ഈ അടുക്കളക്കാരത്തേക്ക് കൊടുക്കത്തില്ല. അവൾ കൊതി തിന്നിട്ടാ നിന്നെ വായിലോട്ട് വെച്ച് നീ എടുത്തോണ്ട് പോകുന്നത്. മണക്ക് അല്ലാതെ രുചിക്കാൻ കൊടുക്കത്തില്ല. കൃത്യ എണ്ണ. ഓർത്തോണേ, ഈ വീടിൻ്റെ പ്രത്യേകത, കൂലിക്കാരെന്ത് ചെയ്യുക? തിന്നിട്ട് ശേഷിപ്പിക്കുക. നമ്മുടെ വീട്ടിൽ പിള്ളേരാണ് വലിച്ചെറിയുന്നത്. പക്ഷേ ഈ അപ്പൻ്റെ വീടിന് പ്രത്യേകതയുണ്ട്, അവിടെ കൂലിക്കാരൻ്റെ കണ്ണീരില്ലാത്തൊരു വീടാ. കണ്ണീരില്ലാത്ത വീട്ടിലെ കൊച്ചൻ എവിടെ പോയാലും തിരിച്ചു വരും. സ്തോത്രം. പക്ഷെ ഇന്ന് എൻ്റെ വീടിൻ്റെ പ്രശ്നം എന്താ? എൻ്റെ വീട്ടിൽ ആരും, ഞാൻ എൻ്റെ വീടെന്ന് ഉദ്ദേശിക്കുന്നത് എൻ്റെ പെന്തക്കോസ്ത് സമൂഹ. ഞാൻ പെന്തക്കോസ്ത് തന്നെ, 3 തലമുറയായിട്ട് പെന്തക്കോസ്ത് തന്നെ, അതിന് അഭിമാനം കൊള്ളുന്നവനാ. എൻ്റെ വീട്ടിലെ പിള്ളേർ ഇറങ്ങിപ്പോകുന്നു. കാരണം എന്നാണെന്നറിയാമോ? തലമുറയായി കിടക്കുന്നു. കണ്ണീര് കൂലിക്കാരൻ്റെ അല്ല, ദൈവദാസന്മാരുടെ കണ്ണീര്, സഭകളുടെ കണ്ണീര്, സഹവിശ്വാസികളുടെ കണ്ണീര്. അതുകൊണ്ട് ഏറെ വേദനിച്ചത് ആരാ? 8ഉം 8ഉം തിരിയാത്ത കുഞ്ഞുങ്ങള്. സത്യമല്ലേ? പക്ഷെ ഈ വീട്ടിൽ എന്തോ ഇല്ല? കണ്ണീരില്ലാത്ത വീട്.
കണ്ണീരില്ലാത്ത വീട്. അവിടെ കൂലിക്കാർ തിന്നിട്ട് ചേച്ചിപ്പിച്ചിട്ട് ഏമ്പക്കം വിട്ട് എഴുന്നേറ്റ് പോവാ. അവിടെ വഴക്കെന്തിനാ? ഭക്ഷണത്തിന് വേണ്ടിയല്ല, ഭക്ഷണം കളയുന്നേരാ. അത്ര നല്ല ജനറസ് ആയിട്ടൊരു അപ്പൻ. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഓർത്തോണേ, അങ്ങനെ ഹൃദയം നിറഞ്ഞ് അനേകർ അനുഗ്രഹിക്കാനുണ്ടെങ്കിൽ നിന്റെ വീടിന് അത് സന്തോഷമായിട്ട് മാറും. അവൻ ഓർത്ത ഒറ്റ കാര്യം, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ കൂലിക്കാരെന്ത് ചെയ്യുക? ശേഷിപ്പിക്കുക. കർത്താവിന് സ്തോത്രം ചെയ്താണ്. എന്തൊരു നല്ല വീടാ അത്, അല്ലേ? സത്യമായിട്ടൊന്ന് ഓർത്ത് നോക്കിക്കുക, എന്തൊരു നല്ല വീടാ. ഇന്ന് എന്താ പറ്റുന്നത്? ഇന്ന് പല വീട്ടിലും എന്തുണ്ട്? കണ്ണുനീരുണ്ട്. വിദേശത്തൊക്കെ പോയ പെന്തക്കോസ്തുകാർ അപ്പൻ അസുഖമാകുമ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ കാശ് അയക്കാൻ ആര് സമ്മതിക്കത്തില്ല? അവിടെ വീട്ടിൽ ആവശ്യം വന്നാൽ ആര് സമ്മതിക്കത്തില്ല? ഭർത്താവ് സമ്മതിക്കത്തില്ല. ഞാൻ കണ്ടൊരു കുടുംബത്തെ, ഭർത്താവിൻ്റെ അപ്പൻ അറ്റാക്ക് ഉണ്ടായപ്പോൾ അവൾ പൈസ അയപ്പിച്ചില്ല. അവളെ അപ്പൻ അയച്ചുകൊണ്ടായപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ അപ്പൻ അയച്ചില്ല, നിൻ്റെ അപ്പനും അയക്കണ്ട. രണ്ടപ്പന്മാരും മരിച്ചു. എന്തോ കിട്ടാതെ? ചികിത്സ കിട്ടാതെ. നിലവിളി ഉയരുകയാ. പക്ഷേ ഒരു കാര്യം മറക്കരുത്, ഈ വീട്ടിൽ കൂലിക്കാരെന്ത് ചെയ്യുന്നു? തിന്ന് ശേഷിപ്പിക്കുകയാണ്. നിലവിളിയില്ലാത്ത വീട്ടിലെ കുഞ്ഞുങ്ങൾ എവിടെ പോയാലും തിരിച്ചു വരുമെന്നുള്ളത് അപ്പന് ദൈവത്തോടുള്ളൊരു ബോധ്യമാണ്. അപ്പന് ദൈവത്തോടുള്ളൊരു ബോധ്യമാണ്. കാരണം ഈ കുഞ്ഞ് എവിടം വരെ പോകാനാ? അവൻ ഓർത്തു എൻ്റെ അപ്പൻ്റെ വീടിനെ കുറിച്ച്. ഞാൻ ഒരിക്കൽ ഞങ്ങളുടെ അവിടെ ഒരു കൺവെൻഷൻ നടക്കുകയാണ്. കക്കുടുമൺ എന്ന് പറഞ്ഞ റാന്നി അത്തിക്കയം റൂട്ടിലുള്ള ഒരു സ്ഥലത്ത് ഒരു വനം പ്രദേശമാണ്. വളരെ പാവങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു സമൂഹം. അവിടെ ഒരു കൺവെൻഷൻ നടക്കുകയാണ്. ഇന്നേക്കൊരു 8 വർഷങ്ങൾക്ക് മുമ്പായിരിക്കും. അതെ, ഒരു 8-10 വർഷം മുമ്പ് ക്രിസ്തുവിൽ പ്രസിദ്ധനായിരുന്ന നിത്യതയെ വിശ്രമിക്കുന്ന ആശാരിപദേശി പ്രസംഗിക്കുകയാണ്. ആശാരിപദേശി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഴ ഇരച്ച് കയറി വന്നു. ഇത് ഞാൻ ദൃക്സാക്ഷിയാണ് ആ സംഭവത്തിന്. ഇരച്ച് കയറി വന്നപ്പോൾ മഴ ഇപ്പം പെയ്യാൻ പോകും. തുറസ്വമായ സ്ഥലത്ത് സ്റ്റേജ് കെട്ടി, സ്റ്റേജിൽ പോലും റൂഫില്ല, കൺവെൻഷൻ നടക്കുകയാണ്. അപ്പോൾ ആശാരി ഒറ്റ പറച്ചിൽ, ആരും പേടിക്കണ്ട, ആരും എഴുന്നേക്കരുത്, എന്തോ മഴ പെയ്യത്തില്ല. എന്നിട്ട് പുള്ളി ഒരു സംഭവം പറഞ്ഞു, ഇന്നിവിടെ മഴ പെയ്താൽ ഉടുപ്പില്ലാതെ ആശാരി ഇവിടെ നിൽക്കും. ഇങ്ങനെയൊക്കെ ഇതൊക്കെ പറയാമേ. അപ്പോൾ എൻ്റെ അകത്ത് കർത്താവ് ഇങ്ങനെ പറ്റിപ്പോയെങ്കിൽ നാളെ നമുക്ക് നടക്കണ്ട, പുള്ളിയൊക്കെ പോകും, നമ്മളെന്തോ ചെയ്യും? എനിക്കും വിശ്വാസമൊന്നും വന്നില്ല. എന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു, അതുപോലെ മഴ നീക്കുക, ഇങ്ങനെ പെയ്യാൻ പാകത്തിൽ വന്ന് നീക്കുക, കാർമേഘമെല്ലാം ഇരുണ്ടുകൂടി. എന്നിട്ട് പുള്ളി പറഞ്ഞു, എൻ്റെ മോടെ കല്യാണം നടക്കുകയാണ് വർഷങ്ങൾക്കെങ്ങാണ്ട് മുമ്പ്. അപ്പം കല്യാണത്തിന് ഒത്തിരി വലിയ പന്തലിട്ടിരിക്കുന്നു. അതിൻ്റെ മൂളത്തെ ഇടിയിൽ അതിൻ്റെ കുശിനി ചെമ്പുകളെല്ലാം വെച്ച് സാധനങ്ങളെല്ലാം വേകുകയാണ്. ആ സമയത്താണ് മഴ വരുന്നത്. അപ്പം മഴ വന്നാൽ ഈ അടുപ്പെല്ലാം നനഞ്ഞു പോകും, കല്യാണം എല്ലാം അലങ്കോലമാകും. പാശാരി ഉപദേശി ഒരു 4-5 ലിറ്റർ മണ്ണെണ്ണ എടുത്തുകൊണ്ട് ഇതിൻ്റെ മേളത്തെ, ഇതൊന്നും കയറല്ലേ, അങ്ങേർക്ക് ദൈവത്തോടുള്ള ബോധ്യമാണ്. നാളെ നീ കാണിച്ചാൽ ചാകുകയായിരിക്കും പ്രയോജനം, വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ ചാടി ഇതിൻ്റെ പുറത്ത് കയറി, എന്നിട്ട് മേളത്തെ ഇടി കയറിയിട്ട് ദൈവത്തോട് പറഞ്ഞു പോലും, ദൈവമേ ഒരു കാര്യം പറഞ്ഞേക്കാം, ആശാരിയായി പറയുന്നത്, ഇതെൻ്റെ മോടെ കല്യാണം. അവളുണ്ടായത് എങ്ങനെയാണെന്നറിയാമോ? അവിടെ അമ്മയ്ക്ക് പേറ്റ് നോവ് തുടങ്ങിയപ്പോൾ എങ്ങാണ്ടൊരു ഭൂതം ഇളകിയെന്നൊരു വാർത്ത കിട്ടി. അപ്പോൾ ഈ പേറ്റ് നോവ് തുടങ്ങിയ ഭാര്യയെ ഇട്ടേച്ച് ഞാൻ ഭൂതം ഇറക്കാൻ പോയി. ഞാൻ 40 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വന്നേ. അതിനിടയ്ക്ക് ഇവളെ പ്രസവിച്ചപ്പോൾ ഇവക്ക് പുക്കിക്കുടി മുറിക്കാൻ ആരുമില്ല. ആരോ ഒരു സ്ത്രീക്ക് വെളിപ്പാട് കിട്ടിയിട്ട് അവർ വന്നിട്ട് കറിപ്പച്ചാത്തിക്ക് പുക്കിൾക്കുടി മുറിച്ചു. അത് പിന്നെ പഴുത്തു. അതിൻ്റെ പാട് ഇപ്പോഴും അവിടെ പുക്കിളിലുണ്ടെന്നാ അങ്ങനെ അങ്ങ് ആശാരി പറയുന്നത്. ഇത് പറഞ്ഞിട്ട് പറയുകയാണ്, എന്നിട്ട് ഒറ്റ ഇപ്പോഴെങ്ങാനും മഴ പെയ്ച്ചെങ്കിൽ ഞാനും ചാകും, പന്തലിന് തീ കൊളുത്തു. പേയ്ക്ക് ധൈര്യം ഉണ്ടെ പേയ്ക്ക്. അപ്പോൾ എന്തോ പെയ്തില്ല. ഞാൻ ഇതൊക്കെ ചുമ്മാ വിളിച്ച് പറയുക. ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, ഇത് ആരോടുള്ള ബോധ്യമാണ്? ദൈവത്തോടുള്ള ബോധ്യമാണ്. ഞാൻ പലപ്പോഴും ഇവിടെ വന്നും പറഞ്ഞു, എൻ്റെ പങ്ങൾക്ക് ഭയങ്കര അസുഖമൊക്കെ കൂടി ചാകും എന്നുള്ള വാർത്തയൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ ഒപ്പം പറഞ്ഞു കേട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ ദൈവമേ, എൻ്റെ കൊച്ച ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഒന്നും പറ്റത്തില്ല, അത്ര ഞാൻ പറയുന്നുള്ളൂ. ഇതൊക്കെ ഒരൊറ്റ വാക്കാ. ഇതൊക്കെ ഭക്തൻ്റെ ദൈവത്തോടുള്ളൊരു ബോധ്യമാണ്. അതെന്നാ കാര്യമോ? അതൊരു ബോധ്യത്തിൽ നിന്നുണ്ടാകുന്ന വാക്കുകളാണ്, ദൈവമായിട്ടൊരു ബന്ധത്തിൻ്റെ വാക്കുകൾ. കാരണം അവർക്കറിയാം, അവിടെ കയ്യിൽ കറ പറ്റിയിട്ടില്ല, അവിടെ കയ്യിൽ കണ്ണീര് പറ്റിയിട്ടില്ല. വിശ്വസ്തയോടെ ദൈവസന്നിധി നിന്ന നിനക്ക് നിന്റെ കുഞ്ഞിൻ്റെ വിഷയത്തിൽ ദൈവമായിട്ടൊരു ബോധ്യമുണ്ട്. ഗൗരവമായ ചിന്ത ഇന്ന് പകൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കുകയാണ്. ദൈവദാസന്മാരുടെ കണ്ണീര് വീഴരുത്, സഭയിൽ കണ്ണീര് വീഴരുത്.
വീഴരുത്, വീഴരുത്. ശുശ്രൂഷകൻ എന്നല്ല ഞാൻ പറയും, ഏറെ വിഷമത്തോടെ ഞാൻ പറയും, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇന്ന് വരെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ പുറത്തുനിന്നൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ നാട്ടിൽ ആരും എന്നെ ഹിന്ദുക്കൾ അടിക്കാനായിട്ട് ഓടിച്ചിട്ടില്ല. കൃപയാൽ 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 നാളിതുവരെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒന്നും പ്രാവശ്യം പല സ്ഥലത്ത് വെച്ച് ഉപദ്രവിക്കപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എനിക്ക് സന്തോഷമാണ് തോന്നിയിട്ടുള്ളത്. എന്നാൽ എന്നെ മുറിച്ചിട്ടുള്ളതൊന്നും പുറത്തല്ല. ഞാൻ ഏറെ കരഞ്ഞിട്ടുള്ളത് അകത്താണ്. അകത്തെ വിഷയങ്ങളാ. എന്നാൽ ഈ വീടിനൊരു ഉറപ്പുണ്ട്, അവിടെ കണ്ണീരില്ലാത്തൊരു വീട്. അവിടെ കൂലിക്കാർ എന്ത് ചെയ്യുന്നു? ഭക്ഷണം കഴിച്ച് എന്ത് ചെയ്യുകയാണ്? ശേഷിപ്പിക്കുകയാണ്. ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു. അപ്പോൾ എന്തോ പറയുകയാണ്? അവൻ പറഞ്ഞു, ഞാൻ എഴുന്നേറ്റ് എങ്ങോട്ട് പോകും? അപ്പൻ്റെ വീട്ടിലേക്ക് പോകും. ഇങ്ങനൊരു വീടുണ്ടെങ്കിൽ ആരാ പോകാത്ത? ഏത് മോനാ ഇറങ്ങിപ്പോകുന്നത്? ഒരു മോനും ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ കഴിയില്ല. അവൻ എന്നെ ബന്ധിച്ച ചങ്ങല സ്നേഹത്തിൻ്റെ ചങ്ങലയാണ്. ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ഒക്കില്ല. അത് പേടിച്ചിട്ടല്ല, അത് സ്നേഹത്തിൻ്റെ ഒരു ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടതാണ്. അങ്ങനെ ഈ മോന് സുബോധം വന്നിട്ട് അവൻ എങ്ങോട്ട് വരികയാണ്? വീട്ടിലോട്ട് വന്നപ്പോൾ അപ്പൻ അവനെ എവിടുന്നേ കണ്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്? ദൂരവേ കണ്ടു. നിങ്ങൾ നോക്കണം, ദൂരവേ കണ്ടു എന്ന് പറയുമ്പോൾ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം വിദേശത്ത് പോയപ്പോൾ 12 വർഷം മുമ്പ് എന്നോട് ഉണ്ടായിരുന്ന ഒരു സഹോദരനെ കണ്ടു. അവൻ അന്ന് കൂടി വന്ന ഒരു 48 കിലോ കാണും. ഇന്ന് അവന് 150 കിലോ ഉണ്ട്. എനിക്ക് അവനൊന്നും മനസ്സിലായില്ല. അപ്പം നല്ലപോലെ വണ്ണം വെച്ചാൽ പോലും നമുക്ക് ആളെ എന്താകത്തില്ല, മനസ്സിലാകത്തില്ല. അങ്ങനെ ആണെങ്കിൽ കുഞ്ഞുങ്ങളെ പന്നിയെ തിന്നിട്ട് ഈ വരുന്ന കൊച്ചനെ അപ്പനെ ദൂരെ നിന്ന് മനസ്സിലാവുമോ? ഇല്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, ഇവൻ്റെ അവസ്ഥ വെളിപ്പാടിൽ കാണുന്ന ഒരു അപ്പനായിരിക്കണം അത്. അപ്പം പ്രാർത്ഥിക്കുമ്പോൾ അവനിന്ന് ഏതവസ്ഥയിലാണെന്ന് ആർക്കറിയാമായിരിക്കണം? അപ്പനറിയാമായിരിക്കണം. അപ്പൻ അവനെ എവിടുന്ന് കണ്ടു? ദൂരവേ കണ്ടു. എന്നിട്ട് ഓടിച്ചെന്നു. ഇതാണ് ദൈവസഭ എന്ന് പറയുന്നത്. പെന്തക്കോസ്ത് സഭകളുടെ പ്രത്യേകത, അവിടേക്ക് ആളുകൾ ഇന്നാണ് നമ്മൾ വേണമെങ്കിൽ വരണമെന്ന് പറയുന്നത്. എപ്പിസ്കോപ്പൽ സഭകളെല്ലാം പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങോട്ട് എന്ത് ചെയ്യണം? വരണം. ആരെങ്കിലും വീട്ടിൽ മരിച്ച പള്ളിയിൽ അച്ഛനെ അറിയിക്കണം. എന്നിട്ട് അച്ഛൻ വരണമെങ്കിൽ എന്തോ വിടണം? പണ്ടൊക്കെ വണ്ടി വിടണം. അങ്ങനെ വണ്ടി വിട്ട് അച്ഛൻ വരാൻ നോക്കിയിരുന്നപ്പോൾ വിശ്വാസികളെല്ലാം പറഞ്ഞു, താണ്ടെ ആരോടും പറയാതെ അങ്ങോട്ട് ആരെയെന്നു? ഇങ്ങോട്ട് വരുന്നതല്ല, അത് അങ്ങോട്ട് പോകുന്ന ഒന്നാ. സ്തോത്രം ചെയ്താട്ട്. അത് ഇങ്ങോട്ട് വരാൻ നോക്കി നിൽക്കുന്ന ഒന്നല്ല. അതെന്ത് ചെയ്യുകയാണ്? അങ്ങോട്ട് പോയി. അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് അവൻ്റെ കഴുത്തിന് കെട്ടിപ്പിടിച്ചു. അല്ലേ? എനിക്ക് അപ്പനെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇത്രയും നാൾ ഇറങ്ങിപ്പോയിട്ട് മുടിഞ്ഞ് മുണ്ടക്കോല് കളിച്ചു എന്ന് വേണേ പച്ച മലയാളത്തിൽ പറഞ്ഞ് എല്ലാം നശിപ്പിച്ച് വന്ന ഒരു കൊച്ചനെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? കഴുത്തിന് കെട്ടിപ്പിടിച്ചു. നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്തതിനെ? കഴുത്തിന് കുത്തിപ്പിടിച്ചേന്. പക്ഷേ ഈ അപ്പൻ എന്ത് ചെയ്തു? കെട്ടിപ്പിടിച്ചു. അല്ലേ? വാക്കുകൾ കൊണ്ടെങ്കിലും നമ്മൾ 10 എന്ത് ചെയ്തേനെ? പറഞ്ഞേനെ. നമ്മൾ വലിയ മിടുക്കരാ, മിടുക്കരാ. ഒരു കൊച്ചനെ ഈടയ്ക്ക് പഠിക്കുക, അവനാണെങ്കിൽ ഇച്ചിരി സ്ലോയാ, കുത്തിയിരുന്ന് പഠിക്കുക. പഠിച്ച് സ്റ്റഡിയിൽ എഴുന്നേൽക്കുന്നില്ല, ഉണ്ണുന്നില്ല, ഉറങ്ങുന്നില്ല, പഠിക്കുക. ഒത്തിരി പഠിച്ചപ്പം വായിച്ച് എൻ്റെ കണ്ണെല്ലാം എന്ത് ചെയ്യും? കുഴിഞ്ഞു. പാവം അമ്മ പറഞ്ഞു, പപ്പായേ ഒന്ന് നോക്കിയപ്പാ, നമ്മുടെ കൊച്ചൻ കണ്ടോ അപ്പാ, പഠിച്ച് കണ്ണെല്ലാം എന്ത് ചെയ്ത് പോയി? കൊഴിഞ്ഞു പോയി. ഒന്ന് അച്ഛൻ പറഞ്ഞു, സാരമില്ലടി, റിസൾട്ട് വരുമ്പോൾ അതിങ്ങ് തള്ളി വന്നോളൂ എന്ന്. ഉണ്ടാക്കണേ, കുഴിഞ്ഞതിപ്പോൾ എന്ത് ചെയ്തോളൂ? തള്ളി വന്നോളും. എന്തിങ്ങോട്ട് വരട്ടെ? റിസൾട്ട് വരട്ടെ. നമ്മൾ മിടുക്കരാണ്. എന്തിന് പിടിക്കാൻ? കെട്ടിപ്പിടിക്കാനല്ല. എന്തിന്? കുത്തിപ്പിടിക്കാൻ. എൻ്റെ അപ്പ, നീ കുത്തിപ്പിടിച്ച വീട്ടിൽ പിള്ളേർ ഇറങ്ങിപ്പോകും. എന്നാൽ കെട്ടിപ്പിടിക്കുന്ന വീട്ടിൽ അവരൊക്കെ ഇങ്ങ് തിരിച്ചു വരും. ഇത് സഭയോടുള്ള ദൂത. സഭയ്ക്ക് റിമാർക്കിടാനല്ല ദൈവം നമ്മെ വിളിച്ചത്. ജഡ്ജ് ചെയ്യാനല്ല നമ്മളെ വിളിച്ചത്. കമ്മിറ്റി കൂടി പുറത്താക്കാനല്ല നമ്മളെ വിളിച്ചത്. ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. സ്തോത്രം ചെയ്താട്ട്. കെട്ടിപ്പിടിച്ച് അവനെ എങ്ങോട്ട് കൊണ്ടുവന്നു? വീട്ടിലേക്ക് കൊണ്ടുവന്നു. കെട്ടിപ്പിടിച്ചു. ഞാൻ ഏറെ പ്രയാസപ്പെടുന്ന ഒരാളാണ് ഈ വിഷയത്തിൽ. വലിയ കാര്യങ്ങളൊന്നും ചെയ്തതെന്ന് ഞാൻ പറയത്തില്ല. കാരണം നീടൊക്കെ നോക്കുമ്പോൾ നമ്മൾ എന്തോ ചെയ്തെന്നാ. എങ്കിലും എനിക്ക് വഴിയിൽ നിന്ന് കുറേ പേരെ കിട്ടി. അവരെ ഞാൻ കൊണ്ടുവന്നു. ആ കുടിയിലും പിടിയും ഒക്കെ ആയിട്ട് നടന്നവരെ, ആ ടൗണിൽ വളരെ മോശപ്പെട്ട രീതി ജയിച്ച 1-2 സ്ത്രീകൾ, ഇവരെയൊക്കെ എൻ്റെ കയ്യിൽ കിട്ടി, വീട്ടിൽ കൊണ്ടുവന്നു. അപ്പം ഞങ്ങളുടെ അച്ചായന്മാർ പറഞ്ഞിട്ട് എന്നാണെന്നറിയാമോ? അവർ എന്നിട്ട് കുറേ സഹോദരിമാരെ എൻ്റെ വീട്ടിൽ താമസിപ്പിച്ചു. സഹോദരന്മാരെ ഹോളിൻ്റെ ഒരു മൂല കിടത്തി. അപ്പോൾ ഒരു അച്ചായൻ പറയുകയാണ്, ഇങ്ങനെ വന്നവർ അവിടെ താമസിക്കുമ്പോൾ അതിൻ്റെ ബന്ധനം ഞങ്ങളുടെ പിള്ളേർക്ക് അടിക്കുന്നേ. ഏതിൻ്റെ ബന്ധനം? ഈ വഴിയാ പോകുന്നവൻ്റെ അഴിയുന്ന ബന്ധനം ഇങ്ങോട്ട് അടിക്കുന്നെന്ന് നോക്കണം. ഇതാണ് വീട്.
പക്ഷെ ഈ വീട്ടിലെ അപ്പൻ എന്ത് ചെയ്തു? ഓടിച്ചെന്നിട്ട് കെട്ടിപ്പിടിച്ചു. ഓടിച്ചെന്നിട്ട് കെട്ടിപ്പിടിച്ചു. ഇതാണ് അപ്പൻ, ഇതാണ് കർത്താവ്, ഇതാണ് സ്നേഹം. കർത്താവിന് സ്തോത്രം ചെയ്തോട്ട്. കെട്ടിപ്പിടിച്ചു. ആരെ? അൺകണ്ടീഷണൽ അക്സെപ്റ്റൻസാ. അൺകണ്ടീഷണൽ. അവനായിരിക്കുന്ന അവസ്ഥയിൽ അവനെ കെട്ടിപ്പിടിച്ചത്. അവനെ കുളിപ്പിച്ചിട്ടല്ല കെട്ടിപ്പിടിച്ചത്. അവനായിരിക്കുന്ന അവസ്ഥയിൽ അവന്റെ തോളത്ത് കൈയിട്ട ഒരു അപ്പൻ. അതാണ് ദൈവസഭ. അച്ചായന്മാരുടെ കൂട്ടമല്ല ദൈവസഭ. ഞാൻ പറയും, ദൈവസഭ ഷോറൂം അല്ല, ദൈവസഭ വർക്ക്ഷോപ്പാ. ദൈവസഭ ഷോറൂമാണോ? ദൈവസഭ വർക്ക്ഷോപ്പാണോ? വർക്ക്ഷോപ്പിൽ കരി ഒക്കെ പിടിച്ചത് കിടക്കും. വർക്ക്ഷോപ്പിൽ ഗിയർ ബോക്സ് പണിത് കിടക്കും, ടയർ ഇല്ലാത്തത് കിടക്കും. അതാണ് സഭ. അത് പണിതെടുക്കുന്ന ഒന്നാണ്. ഷോറൂം കണ്ടീഷനിൽ നിന്ന് വില മേടിച്ചെടുക്കാൻ എളുപ്പമാണ് പ്രിയമുള്ളവരെ. എന്നാൽ പണിത് പുറത്തെടുക്കാൻ ഒത്തിരി പാടാ. നമ്മൾ മാറണം. എന്തായിട്ട്? വർക്ക്ഷോപ്പായിട്ട് മാറണം. നല്ല മിടുക്കര് ബ്രോക്കർമാരുണ്ട്. 10-20,000 രൂപയ്ക്ക് പണിയുള്ള വണ്ടി എടുത്തിട്ട് പണിയും. അവൻ പണിത് വിറ്റ 3-4-5 ലക്ഷം രൂപയ്ക്ക് വിൽക്കും. എന്താ കാര്യം? അവന് പണിയാനൊരു മനസ്സുണ്ട്. ഒരു കാര്യം മറക്കരുത്, എനിക്ക് നിനക്കും ഒക്കെ ഇന്ന് മൂല്യമുണ്ടായത് ആരൊക്കെയോ നമുക്ക് വേണ്ടി വില മുടക്കിയത് കൊണ്ടാ അല്ലേ? അല്ലെങ്കിൽ ഇതിലേറെ മതപ്പതിച്ചു പോയനെ. സ്തോത്രം. മലങ്കര സഭ മാനസാന്തരപ്പെടണം. പെന്തക്കോസ്ത് മാനസാന്തരപ്പെടണം. എവിടെ? അൺകണ്ടീഷണൽ അക്സെപ്റ്റൻസ് കൊടുക്കുന്നതിൽ. അൺകണ്ടീഷണൽ അക്സെപ്റ്റൻസ് കൊടുത്തു. അവനെ കഴുത്തിന് കെട്ടിപ്പിടിച്ചു. അവൻ്റെ കയ്യിൽ എന്തോ ഇട്ടു? മുദ്രമോതിരം ഇട്ടു. അവൻ്റെ കാലിൽ എന്തിട്ടു? ചെരുപ്പിട്ടു. എന്നിട്ട് അവനെ എന്ത് ധരിപ്പിച്ചു? ഒരു ഉടുപ്പ് മേത്തരമായ അങ്കി ധരിപ്പിച്ചു. പക്ഷെ ഇതൊന്നും അവനെ കുളിപ്പിച്ചിട്ടല്ല. ആയിരിക്കുന്ന അവസ്ഥയിൽ അവനെ എന്ത് ചെയ്തു? അംഗീകരിച്ചു. അതിനാരുണ്ട്? ആയിരിക്കുന്ന അവസ്ഥയിൽ അവനെ അംഗീകരിക്കുന്നതാണ് ദൈവസഭ. അതാണ് സഭ എന്ന് പറയുന്നത്. ഇറങ്ങിപ്പോയവനെ വിസ്തരിക്കുന്നതല്ല ദൈവസഭ. അവനെ കെട്ടിപ്പിടിക്കാൻ ആൾ വേണം. കെട്ടിപ്പിടിക്കാൻ അപ്പനുണ്ടെങ്കിൽ മടങ്ങി വരാൻ ഒത്തിരി പേര് തയ്യാറാ. ഗ്ലോറി. ജീവിതം, വിവാഹമോചനം, തകർക്കപ്പെട്ട ഒരു മൂലം, തകർക്കപ്പെട്ട വളരെ വിദ്യാസമ്പന്നനായ ഒരു കൊച്ചൻ, ഉന്നത കുലജാതനായ ഒരു കൊച്ചൻ, വിദ്യാസമ്പന്നനായ ഒരു കൊച്ചൻ. അവനോടൊപ്പം ഞാൻ ഇടയ്ക്ക് യാത്ര ചെയ്യുകയാണ്. ഇടയ്ക്കിടയ്ക്ക് സമയമുള്ളപ്പോൾ ഇദ്ദേഹത്തെ കൊണ്ട് പോകും. വരുന്ന വഴിയിൽ എന്നോട് എൻ്റെ വലിയ പ്രായവ്യത്യാസമൊന്നുമില്ല. ഞാൻ ബ്രദറെന്ന് വിളിക്കുന്ന ഒരു കൊച്ചൻ. എൻ്റെ പ്രായത്തിൽ കാണില്ല 4-5 വയസ്സ് വ്യത്യാസം കാണും. അപ്പം ഞാൻ അറിയാതെ പറഞ്ഞു മോനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ തൊട്ടു. അപ്പം ഇവൻ എന്നോട് തിരിച്ചു നോക്കിയിട്ട് പറയുക, പ്രിൻസ് നിനക്കറിയാമോ, ഈ ഒരു സ്പർശനത്തിന് പോലും ഇന്ന് എനിക്ക് ദാറ്റ് മേക്സ് മീ മീനിങ്. ഈ ഒരു തൊടിയിൽ നിന്ന് എന്തൊരു അർത്ഥമാണെന്ന് നിനക്കറിയാമോ ചോദിച്ചു. എന്നിട്ട് അവൻ കരയാൻ തുടങ്ങി. കാരണം മനുഷ്യർക്കല്ല ആവശ്യം ഇതൊക്കെയാണെന്നേ. പണമല്ല ഇന്ന് ആവശ്യം, ഒരു അക്സെപ്റ്റൻസ് വേണം. അതാണ് ആര് കൊടുക്കേണ്ടത്? ദൈവസഭ കൊടുക്കേണ്ടത്. അവനെ കഴുത്തിന് കെട്ടിപ്പിടിച്ചു, ചുംബിച്ച് അങ്ങോട്ട് കൊണ്ടുവന്നു, വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അവനോട് പറഞ്ഞു, എന്തറക്കാൻ പറഞ്ഞു? തടിപ്പിച്ച ഫാറ്റഡ് കാഫ്, തടിപ്പിച്ച കാളക്കുട്ടി അറക്കാൻ പറഞ്ഞു. എന്താണ് ഈ തടിപ്പിച്ച കാളക്കുട്ടി? തടിപ്പിച്ച കാളക്കുട്ടി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ വണ്ണമുള്ള കൊഴുത്ത ഇറച്ചിയുള്ള ഒരു ആടിനെ കാളയെ പിടിച്ചു എന്നല്ല. തടിപ്പിച്ച കാളക്കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു കോൺസെൻട്രേറ്റ് ആയിട്ട് അവരതിനെ ഒന്നിനെ മാറ്റി നിർത്തി, ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി, ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി മാറ്റി നിർത്തപ്പെട്ട കാളയുടെ പേരാണ് എന്ത് കാള? തടിപ്പിച്ച കാളക്കുട്ടി എന്ന് പറഞ്ഞാൽ ഈ ചെറുക്കൻ പോയപ്പം മുതൽ അപ്പന് ഒരാടിനെ ഒരു കാളയെ എടുത്തു. എന്നിട്ട് അതിനെ തീറ്റിപ്പോറ്റി പണിക്കാട് പറഞ്ഞ് ഇതിന് പ്രത്യേക ഭക്ഷണം കൊടുക്കണം, ഇതിന് പ്രത്യേകം കെയർ ചെയ്യണം. എന്താണ്? ഒരിക്കൽ അവൻ വരും. അന്ന് ഇതിനെ അറക്കണം. പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. സ്തോത്രം. പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. ഞാൻ ഓർക്കുക, ഇടയ്ക്കൊക്കെ ചെല്ലും, പണിക്കാട് പോയിക്കോ, അതിനെ ഒന്ന് തൊട്ട് നോക്കും. അതിനിറച്ചിയുണ്ടോ? അതിനെല്ലാം കൊടുക്കുന്നുണ്ടോ? വെള്ളം കൊടുത്തിട്ടുണ്ടോ? തൊട്ട് നോക്കും. എന്തിനാ? എൻ്റെ മോൻ വരും. ഇങ്ങനെ കാത്തിരിക്കാൻ ഒരാളുണ്ടെങ്കിൽ മടക്കി വരുത്താൻ എൻ്റെ ദൈവം വിശ്വസ്തനാ.
പ്രത്യാശയ്ക്ക് എന്ത് വരത്തില്ല? ഭംഗം വരില്ല, ഭംഗം വരില്ല, ഭംഗം വരില്ല. ഒരു കാളയെ സ്പെഷ്യൽ പറഞ്ഞ് നോക്കും, ഇന്നല്ല നാളെ അവൻ വരും. ഈ അപ്പൻ്റെ ഹൃദയമാണ് ഇന്ന് നമുക്ക് ആവശ്യം. നമുക്ക് ഹോളുണ്ട്, നമുക്ക് വീടുകളുണ്ട്, നമുക്ക് പാസ്റ്റേജ് ഉണ്ട്, നമുക്ക് വണ്ടിയുണ്ട്, നമുക്ക് എല്ലാം ഉണ്ട്. പക്ഷെ എന്തുകൂടെ വേണം? അപ്പൻ്റെ ഹൃദയം വേണം. അവൻ വരും, അവൻ വരും, അവൻ വരും, അവൻ വരും, വരും. അത് മാനിക്കും ദൈവം. കാത്തിരുന്നു. ഈ മോൻ വന്നു. അപ്പം എന്താ കൊല്ലുന്നു? ഭയങ്കര ആർപ്പ് നടക്കുകയാണ്. ഈ ആർപ്പ് നടക്കുന്ന സമയത്താണ് ആര് വരുന്നത്? മൂത്ത മോൻ വരുന്നു. മൂത്ത മോൻ വരുന്നു. ഈ മൂത്ത മോനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നോക്കിക്കേ. മൂത്ത മോനെ കുറിച്ച് പറയുകയാണ്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ 25-ാം വാക്യം മതി. അവൻ്റെ മൂത്ത മകൻ വയലിൽ എന്തായിരുന്നു? ആയിരുന്നു. അതായത് പറഞ്ഞേ, ആയിരുന്നു. അപ്പം ഈ മകൻ്റെ പ്രത്യേകത, ഈ മകൻ, ഞാനതിനെ ഇന്നിൻ്റെ പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുവരികയാണ്. ദൈവം എനിക്ക് തന്ന ആ ചിന്തകൾക്കനുസരണമായിട്ട് എന്നെ ഏറെ വ്യത്യാസപ്പെടുത്തിയ ഒരു ചിന്തകളായത്. ഹൃദയത്തെ തൊടത്തുള്ളൂ, തലയിൽ നിന്ന് വരുന്ന എല്ലാം തലയിലിട്ടേ പോകത്തുള്ളൂ. പക്ഷേ ഇവിടെ എന്നെ വ്യത്യാസപ്പെടുത്തിയത് ഈ മകനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അവൻ എവിടെ ആയിരുന്നു? വയലിലായിരുന്നു. ഇതാണ് ഇന്ന് സഭകൾക്ക് പറ്റിയത്. അവരെല്ലാം പറയും 73 ഞങ്ങൾ ഇറങ്ങിയപ്പോൾ എന്തോ ആയിരുന്നു. പിന്നെ അന്ന് ഞങ്ങളങ്ങ് ട്രാക്ടർ എടുക്കാൻ പോകുമായിരുന്നു, ഞങ്ങൾ പരസ്യവും നടത്തുമായിരുന്നു, ഞങ്ങൾക്ക് ഓൺലൈൻ ഇരിക്കുമായിരുന്നു. എൻ്റെ പാസ്റ്ററെ, അന്ന് എന്തോ സന്തോഷം ആയിരുന്നു, അന്ന് വലുതായിരുന്നു. ഗതകാല പ്രതാപത്തെ ജീവിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ഇന്നെവിടെ? ഇന്നെവിടെ? 60 വയസ്സ് റിട്ടയർമെന്റ് എടുത്തിരിക്കുന്ന ഒന്നല്ല ക്രിസ്തീയ വേല എന്ന് പറയുന്നത്. ഞാൻ പറയും, മരിക്കുമ്പോഴും സുവിശേഷം പറഞ്ഞ് മരിക്കാൻ കഴിയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. തുരുമ്പിച്ച് തീരുന്നതിനെക്കാട്ടി നല്ലതല്ല തേഞ്ഞു തീരുന്നത്. വയലിലായിരുന്നു എന്നുള്ള സാക്ഷ്യമല്ല, ഞാൻ ഇന്നും വയലിലായത്. എവിടെ എന്നെ ആക്കി വെച്ചോ അവിടെ ഞാൻ ഇന്നുമുണ്ട്. പ്രാർത്ഥനയുടെ, ഉപവാസത്തിൻ്റെ, സുവിശേഷീകരണത്തിൻ്റെ ആ വയലിൽ ഞാൻ ഇന്നുമുണ്ട്. സ്തോത്രം, സ്തോത്രം. പക്ഷേ ഈ മൂത്ത മകൻ്റെ പ്രശ്നം, അവൻ എവിടെ ആയിരുന്നു? വയലിലായിരുന്നു. ഇന്ന് അവൻ എവിടെ അല്ല. ഇന്ന് അവൻ വയലിലും അല്ല, വീട്ടിലും അല്ല. പക്ഷേ വീട്ടിലാണ്, പക്ഷേ വീട്ടിലല്ല. പക്ഷേ വയലില്ല, പക്ഷേ എവിടെ അല്ല, വയലിലല്ല. അവന് പറയും 75-ൽ, 83-ൽ, 95-ൽ ഞങ്ങളൊരു മിഷണറി യാത്ര പോയി രാജസ്ഥാനിലൂടെ എന്ന്. 95-ൽ, പിന്നെ 98-ൽ ഞങ്ങൾക്ക് 2 അടിയും കിട്ടി. പക്ഷേ ഇന്ന് നിൽക്കുകയാണ് 2014. ഇന്നെവിടെ? ഇന്ന് വയലിൽ ആയിരുന്നു. ചായ ഇന്നെവിടെ? ഞങ്ങൾ ആയിരുന്നു. ഇതാണ് ആരുടെ സാക്ഷ്യം? ഇന്നലെ എൻ്റെ വാസ്ത ഞാൻ എന്തുമാത്രം ഉപവസിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ഉപവസിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ പറയുന്നു എന്ത്? ആയിരുന്നു. അങ്ങനെ ഈ മോൻ വയലിലായിരുന്നു. ആയിരുന്ന മോൻ വീട്ടിലോട്ട് വന്നപ്പോഴാണ് ഇതിനകത്ത് എന്തോ നടക്കുകയാണ്. ഭയങ്കര എന്ത് നടക്കുന്നു? സന്തോഷം നടക്കുന്നു. ഈ സന്തോഷം കണ്ടപ്പോൾ ഈ ചേട്ടൻ എന്തോ സഹിക്കാൻ വയ്യ. ഞാൻ ചോദിച്ചോട്ടെ, ഇത് 3 സ്ഥായിയായ ഭാവങ്ങളാണ് ഇവിടെ കാണുന്നത്. ഒരു മനുഷ്യന് തന്നെ ഇത് 3 ഉണ്ടാകാം. ചില സമയത്ത് നമുക്കൊരു അപ്പൻ്റെ ഹൃദയം ഉണ്ടാകും, ചില സമയത്ത് നമ്മൾ ഇതിലും വേഴ്സാ, ആരെക്കാട്ടിലും? മോനെക്കാട്ടിലും. എന്നാൽ എന്നെ നോക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ ഈ കണ്ണാടി കണ്ടത് അനിയനെ അല്ല. അത്രയും മോശപ്പെട്ടെന്ന് ഞാൻ പറയത്തില്ല, ഞാൻ അത്രയൊന്നും എനിക്ക് പോകാൻ പേടിയാണ്, അത്രയും പോയിട്ടില്ല. പക്ഷേ എന്നിലേറെ മുഴച്ചിരുന്ന ഒരു ഭാവം ഉണ്ടായിരുന്നു. ഏത് ഭാവമാണ്? മൂത്ത മോൻ്റെ ഭാവമാണ്. മൂത്ത മോൻ്റെ പ്രശ്നം എന്താണെന്നറിയാമോ? മൂത്ത മോൻ ഒരിക്കലും ഒന്നിനും എന്ത് ചെയ്യാനൊക്കത്തില്ല, സന്തോഷിക്കാനൊക്കത്തില്ല. അനിയൻ്റെ സന്തോഷത്തിൽ ആർക്കില്ല സന്തോഷം? മൂത്ത മോന് സന്തോഷമില്ല. നമ്മുടെയും പ്രശ്നമായത് അല്ലേ? ഞങ്ങളുടെ സഭയ്ക്ക് യൂത്തിൻ്റെ സ്റ്റേറ്റ് ഇതിനകത്ത് പിന്നെ എന്താണ് മത്സരം ഉണ്ടായി, ടാലൻറ്റ് കോമ്പറ്റീഷൻ. അത് നല്ല കാര്യമാണ്, പിള്ളേർ പാട്ട് പാടും. ഇന്നത് സെൻട്രൽ തലത്തിൽ മാത്രമാക്കി. എന്നാ കാര്യം ചോദിച്ചാൽ വഴക്കാണ്, ഭയങ്കര പ്രശ്നം ഉണ്ടാകും. പ്രശ്നം ഉണ്ടാക്കുന്ന ഒന്നും പിള്ളേരല്ല. ഈ കോമ്പറ്റീഷൻ കഴിയുമ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്ന എല്ലാം പിള്ളേരാണോ, പിള്ളേരുടെ അമ്മമാരാണോ? പിള്ളേർക്കൊരു പ്രശ്നം ഇല്ലെന്നേ, അവർക്കിതൊക്കെ രസമാണ്.
പക്ഷെ അവർ പിന്നെ തോളെ കൈ കെട്ടിപ്പിടിച്ച് അവർ പോകും. പക്ഷെ ആർക്ക് പ്രശ്നമാകും? അമ്മയ്ക്ക്. അമ്മയുടെ പ്രശ്നം നമ്മളതിന് കിട്ടിയിരുന്നുള്ളതല്ല, അതിനെന്ത് ചെയ്തു? കിട്ടി. അപ്പം അതിനെ കിട്ടിയതിൻ്റെ സത്യം പറഞ്ഞ എന്തുവാ? ദുഃഖമാണ്. സത്യമല്ലേ? സത്യമാണോ അല്ലയോ? ഉണ്ടോ? സ്വർഗത്തിൽ ഒരു നിമിഷം മൗനം എന്നൊക്കെ പറഞ്ഞല്ലോ. സത്യമാണ്. നമ്മുടെ വലിയ പ്രശ്നം സത്യമായിട്ട് നമ്മൾ തിരുവനന്തപുരത്താണെങ്കിലും റാന്നിയിലാണെങ്കിലും പത്തനംതിട്ടയിലും മനുഷ്യരെല്ലാം ആരാ? മനുഷ്യരാണ്. നമ്മുടെ പ്രശ്നം നമുക്കൊരുവൻ്റെയും സന്തോഷത്തിൽ കാര്യമായിട്ട് എന്തോ വരത്തില്ല, സന്തോഷം വരത്തില്ല. പക്ഷേ ആ സഹോദരൻ്റെ ശുശ്രൂഷ ഇപ്പം ഭയങ്കര ശക്തമായിട്ട് ശുശ്രൂഷയില്ല. എൻ്റെ പൊന്നെ, ചുമ്മാ ഇങ്ങനെ കത്തി വരുന്ന ഒന്നും നാളെ കാണത്തില്ലടാ. അത് നമ്മളങ്ങനെ അറിയുന്നേ. ഇവർക്കൊന്നും ഒരടിത്തറയില്ലെന്ന് അത് നമുക്കെന്നെ അറിയാമെന്ന്. നമ്മുടെ പ്രശ്നം നമുക്കൊന്നിനും എന്ത് ചെയ്യാൻ വയ്യ, സന്തോഷിക്കാൻ വയ്യ. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ 2 കുഞ്ഞുങ്ങൾ, ഇവിടുത്തെ നമ്മുടെ ഒരു കൊച്ച് 10 പഠിക്കുന്നു, അതിന് 60 എല്ലാത്തിനും B+ കിട്ടി. അപ്പുറത്തെ കൊച്ചിന് A+ കിട്ടി. അപ്പം പാസ്റ്റർ പറഞ്ഞു A+ കിട്ടിയ കൊച്ചിന് പ്രത്യേകം ഒന്ന് കൈയടിക്കാൻ പറഞ്ഞു. നമുക്ക് സന്തോഷം ഉണ്ടാവോ ദുഃഖം ഉണ്ടാവോ? സത്യമായിട്ടും പറ. ഇതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടെന്ന് പറഞ്ഞേ നോക്കിയിട്ട് എന്തോ ഉണ്ടാവും? അന്നേരം നമ്മളെന്താ പറയും? അതിനെല്ലാ വിഷയത്തിനും ട്യൂഷൻ കൊടുത്തു. ഒരു വിഷയത്തിന് 1000 രൂപയായിരുന്നു. എൻ്റെ കുഞ്ഞാണെങ്കിൽ ഒരു ട്യൂഷനും ഇല്ലാതെ എന്ത് ചെയ്തത്? പഠിച്ചത്. അപ്പം അവന് ട്യൂഷൻ കിട്ടിയത് ഇതൊന്നുമില്ലാതെ പഠിച്ചതും 2 ഒരുപോലെ ഉള്ളു. വിഷയം അതൊന്നും അല്ലെന്ന്. അകത്താര് കിടക്കുന്നു? അകത്താരുണ്ട്? ചേട്ടൻ ഇല്ലേ ചേച്ചി? നമ്മുടെ എല്ലാം അകത്താരുണ്ട്? ചേട്ടനുണ്ട്. ചേട്ടനാണ് നമുക്കൊന്നിനും എന്ത് ചെയ്യാൻ വയ്യ, സന്തോഷിക്കാൻ വയ്യ. സത്യമോ അല്ലയോ? ഞാൻ ആദ്യമായിട്ട് എനിക്കൊരാൾ എൻ്റെ അപ്പനൊരു സ്കൂട്ടർ കൊടുത്തു. ഞാൻ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഒരു കൈനറ്റിക്ക് കൊണ്ട് ഗിഫ്റ്റ് കൊടുത്താണ് ദൈവവേലയ്ക്ക്. ഈ സ്കൂട്ടറുമായിട്ട് ഞാൻ കോളേജിലോട്ട് വന്നപ്പോൾ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് ഓടി വന്നിട്ടൊരു കല്ലെടുത്തിട്ട് ഒറ്റ വര. കണ്ണ് കിട്ടാതിരിക്കട്ടെ. കണ്ണ് കിട്ടാതിരിക്കാൻ അവൻ കല്ലുകൊണ്ട് എന്ത് ചെയ്തു? വരച്ചു. അത് കണ്ണ് കിട്ടാതിരിക്കാനാണോ കണ്ണ് കടിയാണോ? കണ്ണ് കടി. അപ്പം അതുകൊണ്ടാണ് ഈ ദൈവദാസന്മാരൊക്കെ വന്നപ്പോൾ ശാസിക്കുന്ന ഒരു പോരുണ്ട്. എന്ത് പോരാ? അസൂയയുടെ പോര്. അസൂയയുടെ പോര് പുറത്തുനിന്ന് വരുന്നതാണോ അകത്തുനിന്ന് വരുന്നതാണോ? അകത്തുനിന്ന് വരുന്ന. അപ്പം നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ആ ചച്ചാച്ചൻ്റെ പേരാണ് എന്ത്? ചേട്ടൻ. ആര്? ചേട്ടൻ. ചേട്ടൻ. ഈ ഭാര്യമാർ നല്ല മിടുക്കരാണെങ്കിൽ അത്ര വലിയ സന്തോഷമില്ല ആർക്ക്? ഭർത്താവിന്. നീ അങ്ങനെ പ്രസംഗിക്കൊന്നും വേണ്ട, മര്യാദയ്ക്ക് എവിടെ ഇരുന്നാൽ മതി, വീട്ടിൽ ഇരുന്നാൽ മതി. കാരണം എനിക്കറിയാവുന്നൊരു അച്ഛനുണ്ട്. നമ്മൾ പിള്ളേർ വീട്ടിലോട്ട് ഫോൺ വിളിക്കുമ്പോൾ അമ്മയോട് വർത്തമാനം പറഞ്ഞെങ്കിൽ അച്ഛൻ ഫോൺ മേടിക്കും അവളോട്. അതുകൊണ്ട് അച്ഛൻ വീട്ടിലുണ്ടെങ്കിൽ അമ്മ പറയും ആരോട് സംസാരിച്ചോളാൻ? അച്ഛൻ. അല്ല, പിള്ളേർ പോലും അമ്മയെ സ്നേഹിക്കുന്ന ആർക്ക് സഹിക്കാൻ വയ്യ? അച്ഛന് സഹിക്കാൻ വയ്യ. ഒറ്റ കാര്യം, അകത്താര്? ചേട്ടൻ. ഈ ചേട്ടൻ്റെ പ്രശ്നം, ചേട്ടന് നമുക്ക് അവരുടെ സന്തോഷത്തിൽ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, സന്തോഷിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ സന്തോഷിക്കാതിരുന്ന പ്രശ്നം എന്നാണെന്നറിയാമോ? വേദവസം പഠിപ്പിക്കുന്നു, കരയുന്നവരുടെ കൂടെ എന്ത് ചെയ്യണം. എന്നെ സംബന്ധിച്ച് ഈ വചനത്തിലൂടെ ദൈവം എന്നോട് ഇടപെട്ടത് ഞാൻ എന്നെ കണ്ടു. എനിക്ക് വളരെ ഈസിയായിരുന്നു. ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറയുകയാണ്. ഐ ക്യാൻ ഈസിലി എംപതൈസ് വിത്ത് പീപ്പിൾ വെൻ ദേ ക്രൈ. പക്ഷെ വലിയ ബുദ്ധിമുട്ടാണ് അവിടെ എന്ത് പങ്കാളിത്തം ഉണ്ടാകാൻ. സന്തോഷത്തിൽ കർത്താവിനെ പഠിപ്പിച്ചു, അവരുടെ സന്തോഷത്തിൽ നീ ഹൃദയം നിറഞ്ഞ് സന്തോഷിച്ചാൽ നിന്നെ ഞാൻ ഉയർത്തത്തുള്ളൂ. അപ്പോൾ ഉയർച്ചയ്ക്ക് തടസ്സം നമ്മുടെ അകത്ത് എന്തോ ഇരിക്കുക? പറഞ്ഞേ. ചേട്ടൻ. ഈ ഉപവാസ പ്രാർത്ഥന അങ്ങ് കൊല്ലണം. ആരെ? ചേട്ടനെ. നമുക്ക് ആര് വേണ്ട? ചേട്ടൻ വേണ്ട. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പറയട്ടെ, ഞാനൊരു യോഗത്തിൽ പ്രസംഗിക്കുകയാണ്. നല്ലപോലെ പ്രസംഗിച്ച് വരുമ്പോൾ ഓടി വന്ന ഒരു ഉപദേശി മൈക്ക് ഓഫ് ചെയ്തു, ആംപ്ലിഫയർ വലിച്ചു. ഞാൻ കണ്ടോണ്ടിരിക്കും, നിർത്തണം, ഓഫാക്കി. കാരണം എന്തോ ചെയ്യാൻ വയ്യ. പുറത്തുള്ള സുവിശേഷ വിരോധി വന്നപ്പോൾ ഈ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഉപദേശി തന്നെ എന്തോ കുരി മൈക്ക് ഓഫ് ചെയ്തു. ഒറ്റ കാര്യം, എന്ത് ചെയ്യാൻ വയ്യ, സന്തോഷിക്കാൻ വയ്യ. ആരിയ്ക്കാണ്? ചേട്ടൻ. ഇല്ലയോ ചേച്ചി? ആരെങ്കിലും ഒരു വണ്ടി മേടിച്ചാൽ വീട് മേടിച്ചാൽ പറയും ഇതെല്ലാം പാപമാണ്. നമുക്കില്ലാഞ്ഞിട്ടാ. അത് പാപം അവരാരോട് തീർക്കട്ടെ, ദൈവത്തോട് തീർക്കട്ടെ. നമ്മുടെ വിഷയം എത്തിച്ചല്ല. നമ്മുടെ വിഷയം എന്താണ്? ചേട്ടൻ എന്ത് ചെയ്യാൻ വയ്യ? എന്നിൽ ചേട്ടൻ ഇല്ലെന്ന് പൂർണ്ണ ബോധ്യമുള്ളവരെന്ന് കൈവെക്കാവോ?
അപ്പം നമ്മളെല്ലാവരുണ്ട്, ചേട്ടനുണ്ട്. ചേട്ടൻ നമുക്ക് വേണ്ട. നമ്മുടെ അകത്തെ ചേട്ടൻ വലിയ പ്രശ്നമാണ്, വലിയ പ്രശ്നമാണ്, വലിയ പ്രശ്നമാണ്, വലിയ പ്രശ്നമാണ്, വലിയ പ്രശ്നമാണ്. കർത്താവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മറ്റ് ശുശ്രൂഷകളുടെ ശുശ്രൂഷയിൽ സന്തോഷിച്ചാൽ മാത്രമേ നിൻ്റെ ശുശ്രൂഷയെ ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ, അനുഗ്രഹിക്കത്തുള്ളൂ. അല്ലേ? സത്യമല്ലേ? മറ്റ് സഭ വളരുന്ന കാണുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ എന്തോ ഉണ്ടാകണം, സന്തോഷമാണ്. അപ്പം ഞാൻ എന്താ പറയും, അവിടെ ഒന്നും പ്രമാണമില്ല. പിന്നെ നമുക്ക് ഭയങ്കര പ്രമാണമോ? നമ്മുടെ പ്രശ്നം അവിടെ പ്രമാണം ഇല്ലാത്തതൊന്നുമല്ല, അവിടെ എന്ത് ചെയ്യുന്നു. അപ്പം നമ്മുടെ പ്രശ്നം അവിടെ വളരുന്നത് സന്തോഷിക്കുക. കർത്താവെ, ആത്മാക്കൾ വിടുവിക്കപ്പെട്ടെന്നേ. ഇതിലൊക്കെ സന്തോഷിക്കാൻ കഴിയുമ്പം കൂട്ടത്തിൽ ദൈവം നമ്മളെ എന്ത് ചെയ്യുക, ഉയർത്തുക. അപ്പം നമ്മുടെ ടെറിട്ടറിയെ ഇടുക്കിക്കളയുന്നത് ഒറ്റ കാര്യം, മറ്റാരുമല്ല. ആരാ? നമ്മുടെ അകത്തിരിക്കുന്ന സ്ഥായിയായ ഒരു ഭാവം. ആ ഭാവത്തിൻ്റെ പേരെന്താ? ചേട്ടൻ. ആരാണ്? ചേട്ടൻ. ഈ ചേട്ടൻ്റെ മറ്റൊരു പ്രശ്നം നോക്കിയേ, ഇവൻ അകത്തെന്തോ ഇല്ല, സന്തോഷമില്ല. പ്രിയമുള്ളവരെ, ഇവൻ എവിടെ ആയിരുന്നു? ഈ ചേട്ടൻ ഭയങ്കര പ്രശ്നമാണ്. സഭയിൽ ഇന്ന് പലയിടത്തും ആരുണ്ട്? ചേട്ടനുണ്ട്. ഈ ചേട്ടൻ്റെ പ്രശ്നം 10 മണിക്ക് സമായം തുടങ്ങിയാൽ ചേട്ടൻ 11 മണിക്കേ വരത്തുള്ളൂ. പക്ഷേ ചേട്ടൻ്റെ പ്രശ്നം വരുന്നതല്ല, ചേട്ടൻ എപ്പം പോകണം? 1 മണിയാകുമ്പോൾ എന്ത് ചെയ്യണം? പോകണം. ഇവിടുത്തെ കാര്യമല്ലേ, ഞങ്ങളുടെ സമയത്തെ കാര്യമാണ് പറയുന്നത്. എൻ്റെ അനിയൻ എൻ്റെ കൂടെ ഉണ്ട്. അവനും അവിടെ ചെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. 1 മണിയാകുമ്പോൾ എന്ത് ചെയ്യണം? പോകണം. 1 മണിയാകുമ്പോൾ അപ്പം ഞാനാ പറഞ്ഞു, 1 മണിയാകുമ്പോൾ നിങ്ങൾ വേണേ പൊക്കോ. അപ്പം ഞാനൊരു പാട്ട് പാടും. അത്യാവശ്യമായിട്ട് പോകേണ്ടവരെന്ത് ചെയ്യട്ടെ? പോട്ടെ. അപ്പം ഈ ചേട്ടൻ പറഞ്ഞു, നിനക്ക് കൊച്ചനായതുകൊണ്ടാണ് നിനക്ക് അറിയാൻ വയ്യാത്തത്. ആശീർവാദത്തിന് വിലയുണ്ട്, വില അതുകൂടെ കിട്ടിയിട്ട് എന്ത് ചെയ്യാനൊക്കത്തുള്ളൂ, പോകാനൊക്കത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, അത്യാവശ്യമാണെങ്കിൽ 1 മണിക്ക് പോവുകയും ആശീർവാദം കിട്ടണമെന്നുള്ളവർ നമ്പർ തന്നിട്ട് പോയി SMS അയച്ചേക്കാന്ന് പറഞ്ഞു. ഏത് ആശീർവാദം? വാദം പിടിച്ചൊരു പറയാ, പാസേ 5 മണി വരെ ഇരുന്ന് ആരാധിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ സമയം പോയത് എന്ത് ചെയ്തില്ല, അറിഞ്ഞില്ല. ഇന്ന് ഓൾ നൈറ്റ് എന്ന് പറയുമ്പോൾ 12 മണിയാകുമ്പം ഓൾ നൈറ്റ് നിർത്തുന്നു. എന്താ കാര്യം? സന്തോഷിക്കാൻ കഴിയുന്നില്ല. കാരണം ഈ ചേട്ടൻ ഒരിക്കലും ഒന്നിലും എന്തോ ഇല്ല, സന്തോഷമില്ല. നോക്കണേ, ചേട്ടൻ ഒരിക്കലും എന്ത് ചെയ്യാൻ ഒക്കുന്നില്ല, സന്തോഷിക്കാൻ ഒക്കുന്നില്ല. കാരണം ചേട്ടൻ എവിടെ ആയിരുന്നു? ഇന്നോ? അപ്പം ഈ ചേട്ടൻ്റെ അടുത്ത പ്രശ്നം നോക്കിക്കേ. ഈ ചേട്ടൻ പറയുകയാണ്, അപ്പം ഈ ചേട്ടൻ ആരോടാ വിവരം ചോദിച്ചത്? ബാല്യക്കാരിൽ ഒരുത്തനെ വിളിച്ചിട്ട് ചോദിച്ചു, അവിടെ എന്തോ ആണ് നടക്കുന്നത്. ശരിക്കും ഇയാൾ ആരോടാ ചോദിക്കേണ്ടത്? അപ്പനോട്. നമ്മുടെ മറ്റൊരു പ്രശ്നമാണ്, നമ്മൾ ഈ വേണ്ടാത്ത ആൾക്കാരോടാണ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. ഒരു വീട്ടിൽ പ്രശ്നം ഉണ്ടായി അപ്പുറത്തെ വീട്ടിൽ വിളിച്ചു ചോദിക്കും, അവിടെ എന്തോ ആയിരുന്നു, അവിടെ എന്തോ ആയിരുന്നു, ആ കൊച്ചിൻ്റെ കാര്യം എന്തോ ആയി. ആ വീട്ടിലോട്ട് ചെന്ന് ആ അമ്മയോട് ഇരുന്ന് അല്പസമയം പ്രാർത്ഥിക്കാനും മനസ്സില്ല. പക്ഷേ നമ്മൾ ഇൻഫർമേഷൻ കിട്ടുന്ന എല്ലാം എവിടുന്നാ? വേണ്ടാത്ത ആൾക്കാരിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന ആരാ? ആ ആളുടെ പേരാണ് ആര്? ചേട്ടൻ. ചേട്ടൻ വേണ്ടാത്തടത്തുനിന്നെല്ലാം എന്തോ കളക്ട് ചെയ്യും? വാർത്തകൾ. ഈ വേണ്ടാത്ത വ്യക്തികളിൽ നിന്ന് വാർത്ത കളക്ട് ചെയ്താൽ കിട്ടുന്ന വാർത്ത വേണ്ടാത്തതായിരിക്കും. ബാല്യക്കാരൻ പറഞ്ഞു, ആരെ കൊന്നു? കാളെ കൊന്നു. ബാല്യക്കാരൻ്റെ വിഷയം മോൻ വന്നാണോ ഇറച്ചിയാണോ? അവന് പ്രാധാന്യമുള്ള കാര്യമേ ആര് പറയത്തുള്ളൂ? ബാല്യക്കാരൻ. അവൻ പറഞ്ഞു ഇറച്ചി, ഇന്നാടി പണി, ഇറച്ചി. അപ്പൻ്റെ വിഷയം എന്തുവാ? മോന്. ബാല്യക്കാരൻ്റെ വിഷയം എന്തുവാ? ഇറച്ചി. ഇവൻ ആരോടാ വാർത്ത ചോദിച്ചത്? ബാല്യക്കാരനോട്. നോക്കണേ, വേണ്ടാത്ത വാർത്ത കിട്ടി. ഇവൻ അതുകൊണ്ട് ഓടി ഇറച്ചി. അപ്പോൾ ഇവൻ അപ്പൻ്റെ അടുക്ക ചെന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, അപ്പാ ഞാനിപ്പോൾ ഇത്ര നാൾ നിന്നെ സേവിച്ചു അല്ലേ? ഇവനിപ്പോൾ ഇവനെ കാണുന്ന ആരെ പോലെ? അടിമയെ പോലെ. ഞാൻ നിന്നെ ഇത്ര കാലമായിട്ട് എന്ത് ചെയ്യുക? സേവിക്കുക. അവൻ്റെ അവകാശത്തെ സന്തോഷിക്കാൻ ഒക്കുന്നില്ല. ഈ നുകം മൃദുവാണ്, ഈ ചുമട് ലഘുവാണ്. പക്ഷെ ഇന്ന് ഇത് അവന് ഭാരമാണ്. എന്താ കാര്യം എന്ന് അറിയാമോ? അവൻ അപ്പൻ്റെ സന്തോഷത്തിൽ ഒക്കുന്നില്ല, അവന് സന്തോഷം അനുഭവിക്കാൻ ഒക്കുന്നില്ല. അപ്പോൾ അവൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ കൂട്ടുകാരോടൊപ്പം തിന്ന് കുടിച്ച് ആനന്ദിക്കേണ്ടതിന് നീ എനിക്ക് എന്തോ തന്നിട്ടില്ല? ആട്ടിൻകുട്ടി എന്ത് ചെയ്തിട്ടില്ല? തന്നിട്ടില്ല. ശ്രദ്ധിക്കണേ, ആട്ടിൻകുട്ടി എന്ത് ചെയ്തിട്ടില്ല? തന്നിട്ടില്ല. ഇതാണ് ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. മറ്റവൻ അതാണോ അവൻ അത് പറയും, ഞാൻ മോശ, ഞാൻ കുടിക്കും, ഞാൻ സിനിമ കാണും, എല്ലാം ചെയ്യും. അതെനിക്ക് തെറ്റായിട്ട് എന്ത് ചെയ്യുന്നില്ല, തോന്നുന്നില്ല. പക്ഷേ ഇവിടെ മറ്റൊരുത്തൻ
അവനകത്താണ്, എന്നാൽ അകത്തല്ല. പക്ഷെ ഇന്ന് അവൻ്റെ പ്രശ്നം, അവൻ്റെ ഹൃദയത്തിൽ അവൻ അതിനോട് താല്പര്യം കിടക്കുക. അവൻ പറയുന്നു, നീ എനിക്ക് എൻ്റെ കൂട്ടുകാരോട് കൂടെ തിന്നു കുടിക്കേണ്ടതിന് ആരെ തന്നിട്ടില്ല? ആട്ടിൻകുട്ടി എന്ത് ചെയ്തിട്ടില്ല? തന്നിട്ടില്ല. അപ്പം ഇവനെ എന്ത് ഇപ്പോഴും ആഗ്രഹമുണ്ട്, തിന്നു കുടിക്കാൻ എന്തുണ്ട്? ആഗ്രഹമുണ്ട്. അകത്തെ സന്തോഷമല്ല ഇവനെ സന്തോഷിപ്പിക്കുന്നത്, പുറത്ത് അവൻ അനുഭവിക്കാൻ കഴിയാതെ പോകുന്ന നഷ്ടദുഃഖങ്ങളിൽ അവൻ സന്തോഷിക്കുക. മനസ്സിലാവുന്നുണ്ടോ? പലതും അവനെ ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്? സന്തോഷിപ്പിക്കുന്നുണ്ട്. എന്തല്ല? അകത്തെ ദൈവരാജ്യത്തിൻ്റെ സന്തോഷമല്ല. ദൈവരാജ്യവും ഭക്ഷണവും പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷവും. ശ്രദ്ധിക്കണേ പ്രിയമുള്ളവരെ, ഇന്നവൻ സന്തോഷം കണ്ടെത്തുന്നത് മറ്റു പലതിലുമാണ്. പക്ഷെ അവനത് ചെയ്തോ? ഇല്ല. കാരണം അവൻ എന്തോ കിട്ടിയില്ല, അവസരം കിട്ടിയില്ല. അവസരം കിട്ടിയ അവൻ പാപം ചെയ്തേനെ. ഇതല്ല ദൈവമക്കൾ എന്ന് പറയുന്നത്. അവൻ്റെ അകത്ത് അതിനോട് താല്പര്യമില്ല. ഞാൻ പറയും, നരകത്തിൽ പോകാതിരിക്കുന്നതുകൊണ്ടല്ല സിനിമ കാണാത്തത്. സിനിമ കാണാനിരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്, എവിടെയെങ്കിലും യാദൃച്ഛ ഒരു സിനിമയുടെ മുമ്പ് ഇരുന്ന് ഇച്ചിരി കഴിയുമ്പോൾ ബോറടിക്കും. ഭയങ്കര വേണ്ട, ഒരു രസവും തോന്നത്തില്ല. അതാണ് ശരിക്കും മാനസാന്തരം എന്ന് പറയുന്നത്. പാപത്തോടുള്ള ആഗ്രഹം മരിക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ? പാപത്തോട് എന്തില്ല? ആഗ്രഹമില്ല. പാപത്തോട് മാത്രമല്ല, നിന്റെ പ്രാർത്ഥനയിൽ നിന്നെ സന്തോഷിപ്പിക്കേണ്ടത് BMW അല്ല. നിന്റെ പ്രാർത്ഥനയിൽ മുളച്ചു നിൽക്കുന്ന, നിന്റെ മനസ്സിനകത്തിരിക്കുന്ന ബെൻസ് അല്ല, നിന്റെ മനസ്സിനകത്തിരിക്കുന്ന ദൈവരാജ്യമായിരിക്കണം. അതായിരിക്കണം സന്തോഷിപ്പിക്കുന്നത്. സത്യമല്ലേ? ഇന്ന് നമുക്ക് കുടിക്കുന്ന വിഷയമല്ല, പക്ഷേ നമുക്കൊരു മാരുതിയെ പോകുമ്പോൾ പ്രശ്നം, നമുക്ക് BMW കാണുമ്പോൾ ഒരു ആവേശം, വലുതുകളുടെ ലോകത്തോടൊരു ആവേശം. അല്ല പ്രിയമുള്ളവരെ, അകത്ത് സന്തോഷിക്കണം. എന്ത്? ആത്മാവിൻ്റെ സന്തോഷം. അത് നഷ്ടപ്പെടുമ്പോൾ എന്ത് പറ്റും? അവിടെയാണ് ആരാധന കുറയുന്നത്. 1 മണിയാകുമ്പോൾ 12:30 ആകുമ്പോൾ അവിടെ പ്രയാസമാണ്. ഞാൻ പലയിടത്ത് ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ പാസ്റ്റർ എഴുന്നേറ്റ് മുമ്പ് കൃത്യമായിട്ട് കൊടുക്കുകയാണ്. ആരും പ്രയാസപ്പെടേണ്ട, കൃത്യസമയത്ത് തന്നെ എന്തോ നിർത്തുന്നതായിരിക്കും. എന്ത്? യോഗം നിർത്തുന്നതായിരിക്കും. 5 മിനിറ്റ് മുമ്പോട്ട് പോയാൽ പറയും, 5 മിനിറ്റ് മുമ്പോട്ട് പോയതിന് ഹൃദയപൂർവ്വം ഖേദിക്കുന്നു. ഇതെന്തുവാ ഇത്? അപ്പോളജി ചെയ്യണം. എന്താ പ്രശ്നം? നമ്മുടെ ഒരു ആരാധന എത്ര നേരമുണ്ട്? പറ, എത്ര നേരമുണ്ട്? ഈ ഉപവാസ പ്രാർത്ഥനയല്ല, ആരാധന എത്ര നേരമുണ്ട്? എത്ര മണിക്ക് തുടങ്ങുന്നത്? 1 മണി. എത്ര മണിക്കൂർ? 3 മണിക്കൂർ. ഏഷ്യാനെറ്റിലെ സിനിമ എത്ര മണിക്കൂർ? എത്ര മണിക്കൂർ വെച്ചാൽ? 3.5 മണിക്കൂർ. അഡീഷൻ ഇത് പരസ്യം എല്ലാം കൂടെ വരുമ്പോൾ 3-3.5 മണിക്കൂറാകും. ഒരു സിനിമയുടെ സമയമില്ലേ ആരാധനയ്ക്ക്? ആഴ്ച 2-3 സിനിമ കാണുമല്ലോ, കാണത്തില്ലേ? സിനിമയുടെ വിലയില്ലേ ആരാധനയ്ക്ക്? 3 മണി കഴിയുമ്പോൾ എന്താ ബോറടിക്കുന്നത്? ഒറ്റ കാര്യം, ആകെ മറ്റു വിലയില്ല സന്തോഷിക്കുന്നത്. ഇതാണ് മടങ്ങി വരേണ്ടത്. സമയമറിയാത്ത ആരാധന. സ്തോത്രം, സ്തോത്രം. എന്നിട്ട് നമ്മൾ പറയുന്നത് എന്താ? അന്ന് എന്തോ ഒരു സന്തോഷമായിരുന്നു, ഇന്ന് തന്നെ സന്തോഷം പോയത്. ഇന്ന് മറ്റു പലതിലും മനസ്സുടക്കി. ഗ്ലോറി, 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 ഗ്ലോറി. അപ്പം കാട്ടുവാക്കൾ കൂട്ടമായി കൂടുകയാ. അപ്പം കത്തോലിക്കൽ കറിസ്മാറ്റിക്കിൽ മണിക്കൂറുകൾ ആരാധിക്കുക. രാവിലത്തെ 1.5 മണിക്കൂർ ചടങ്ങ് ആരാധനയിൽ മടുപ്പുളവായിട്ടാണ് പള്ളി വിട്ട് ഇവിടെ വന്നത്. അല്ലേ? അല്ലേ? 1.5 മണിക്കൂർ രാവിലത്തെ കുർബാനയിൽ ഒരു പുതുമയും തോന്നാതെ മടുപ്പുളവാക്കിയപ്പോൾ പള്ളി വിട്ടവർ ഇന്ന് എന്താ മടുത്തു പോകുന്നത്? ശകാനരബ സിയാന്തരബ അർക്കന ദിഗാനകശിയാന്തരബ. മടങ്ങി വരാം, അപ്പന്റെ വീട്ടിൽ വിരുന്നുണ്ട്. ഗ്ലോറി, 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 ഗ്ലോറി. എല്ലാവരും അല്പസമയം കർത്താവിനെ സ്തുതിച്ചാട്ട് നമുക്ക് ഒരുമിച്ച് മടങ്ങി വരണം. ദൈവസഭ ഒരുമിച്ച്, കേരളത്തിലെ പെന്തക്കോസ്ത് സഭകൾക്ക് നഷ്ടപ്പെട്ട ഒരു ആത്മീയ സന്തോഷം. റീബക്കാര ധാരാജാന ബൗഡാബാന ഹന്തരപച്ചല വൈഡവരന്തല റേബലഭത്തര കൂടത്താര വൈഡക്കേരി.
നമ്മുടെ സന്തോഷം ഇതാ. ഓ, നിന്റെ വലത്ത് ഭാഗത്തെ സന്തോഷം, നിന്റെ സന്നിധിയിലെ പ്രമോദം, നിന്റെ ആലയത്തിൽ വാതിക്കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ സന്തോഷം. നിന്റെ സന്നിധിയിരിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തെക്കാൾ ഉത്തമമെന്ന് പറഞ്ഞു പാടി തുടങ്ങുന്ന നമ്മുടെ ആരാധനകൾക്ക് ഇന്ന് എന്ത് പറ്റി? മടുക്കുന്നു. കാരണം എൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷം ഇന്ന് മറ്റു പലതിലും മുടക്കി കിടക്കുക. അത് ഷെയർ മാർക്കറ്റിൽ കിടക്കുക, അത് പലിശയുടെ മാർക്കറ്റിൽ കിടക്കുക, അത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ കിടക്കുക, അത് പ്രിയമുള്ളവരെ മറ്റ് പലതിൻ്റെ വില ഉയരുകയും താഴുകയും ചെയ്യുന്ന കിടക്കുക. അല്ല, എൻ്റെ സന്തോഷം നിന്റെ സന്നിധിയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയുന്നുണ്ട്, വിഷമം തോന്നല്ലേ. അകത്ത് പാപം മരിച്ചില്ലെങ്കിൽ, ഈ അകത്തെ പാപത്തോടുള്ള താല്പര്യം മരിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിലെ സന്തോഷം നമ്മുടെ സന്തോഷമാകത്തില്ല. നമ്മുടെ സന്തോഷം മറ്റു പലതിലും കിടക്കും. വളരെ അനുഗ്രഹീതനായ ഒരു ദൈവദാസൻ, കേരളക്കരയിൽ നിന്ന് വളരെ ശക്തമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു സഹോദരൻ വേദനയോട് ഒരിക്കൽ എന്നോടൊരു കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, കത്രമേ, ആ പദം പറയുന്നത് എനിക്ക് പേടിയാണ്. വിശുദ്ധ സഭായോഗത്തിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ വളരെ പവിത്രമായ ഒന്ന് എന്താണ്? വിശുദ്ധ തിരുമേശ. അതാണ് ദൈവമക്കളെ, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെവി. അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യം വേദനയോട് അദ്ദേഹം പറഞ്ഞാണ്. ഞാനിത് പറയുന്നത് ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്, ചിരിക്കാൻ വേണ്ടിയല്ല. ചിരിച്ചാലും കുഴപ്പമില്ല, പക്ഷേ ചിരിക്കുകയല്ല എൻ്റെ ഉദ്ദേശം. ഞാനത് കേട്ടപ്പം അകത്ത് ഒരു വല്ലാത്ത ഇടുത്തി വീണുപോയി. അദ്ദേഹം പറഞ്ഞു, ഈ കത്രമേശ മിച്ചം വരും, അപ്പം വീഞ്ഞും മിച്ചം വരും. അപ്പം വീഞ്ഞും മിച്ചം വരുമ്പോൾ നമ്മൾ പറയും, മൂപ്പന്മാർ വന്ന് ഇതെന്ത് ചെയ്യണം? കഴിക്കണം. നാച്ചുറലായിട്ട് പറയുന്ന കാര്യം അതല്ലേ ഒരു സിസ്റ്റം. അപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കുന്ന കാര്യം, അപ്പം ചോദിച്ചാൽ പറയൂ, എനിക്ക് ഇത് വേണ്ട, റൊട്ടി മതി, വേണ്ട, എന്താ മതി? വീഞ്ഞ് മതി, വീഞ്ഞിനാ പിടി. ഇതൊക്കെ നമ്മൾ കാണുന്നതല്ലേ, നമ്മൾ എത്രയോ നാളായി സുവിശേഷം വില ചെയ്യുക. അപ്പം പുള്ളി പറഞ്ഞത്, സഭയുടെ സെക്രട്ടറി വന്നിട്ട് ഒരു ഇച്ചിരി ബ്രെഡ് എടുത്തിട്ട് ഒരു ഗ്ലാസ് നിറച്ച് വൈൻ എടുത്തു. എന്നിട്ട് പുള്ളി ആ വൈൻ മൊത്തം കുടിച്ചു, ഒരൊറ്റ വലിക്ക് കുടിച്ചു. സെക്രട്ടറിയാണ്. കുടിച്ചിട്ട് പുള്ളി പറഞ്ഞു, ആ ഗ്ലാസ് ആ മേശയിലോട്ട് ഒരൊറ്റ അടി, എന്നിട്ടൊരു തുടപ്പം. മനസ്സിലാകുന്നുണ്ട്? വൈൻ കുടിച്ച് ഗ്ലാസ് അങ്ങോട്ട് തുടച്ചപ്പോൾ ഈ പുള്ളിയുടെ അകത്ത് എന്തോ ഓർമ്മ. പണ്ടത്തെ ബാറി ഗ്ലാസ് അടിച്ച് തുടയ്ക്കുന്ന ഒരു ഓർമ്മ, അത് ഇന്ന് എവിടെ കിടപ്പുണ്ട്? അകത്ത് കിടപ്പുണ്ട്. പുതിയ ഭാവത്തിലാന്നേ ഉള്ളൂ. അകത്തിന്നും എന്ത് മരിച്ചിട്ടില്ല? ആഗ്രഹം മരിച്ചിട്ടില്ല. വ്യഭിചാരം ചെയ്തിട്ടില്ല ശരീരത്തിൽ, പക്ഷെ അകത്ത് കിടന്ന് ഉരുടുക, ബേൺ ചെയ്യുക. അതല്ല ദൈവസഭ, അത് ചേട്ടനാ. പക്ഷെ അനിയനായിരുന്നപ്പോൾ അങ്ങനെ ആയിരുന്നു. അകത്ത് വന്ന അവൻ പുതിയ മനുഷ്യനാണ്. സ്വോത്രം, 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 സ്വോത്രം. അകത്തൊന്നും പുറത്തൊന്നും അല്ല, അകത്തും പുറത്തും ഒരൊറ്റ ഭാവം. അപ്പോൾ ഈ ചേട്ടൻ പറയാണ്, നീ എനിക്ക് എന്ത് തന്നിട്ടില്ല? ആ കൂട്ടുകാരോട് കുടിച്ച് ആനന്ദിക്കേണ്ടതിന് എന്ത് തന്നിട്ടില്ല? ആടിനെ തന്നിട്ടില്ല. കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ പോയേനെ. കിട്ടിയില്ല, പേടിച്ചിട്ടാ, ഒത്തില്ല. എന്നിട്ട് ഇവൻ പറഞ്ഞ കാര്യം കേട്ടോ, നീ പക്ഷെ നിൻ്റെ അനിയന്, ഈ മകന്, ഈ നിൻ്റെ മകൻ അല്ലേ, വേശ്യമാരോടുകൂടെ മുതൽ തിന്നുകളഞ്ഞ ഈ നിൻ്റെ മകൻ. സത്യത്തിൽ ഈ ചേട്ടൻ പറയേണ്ടത്, ഈ നിൻ്റെ മകൻ ഇവൻ്റെ ആരാ? അനിയനാ. ഇവൻ എന്താ പറയേണ്ടത്? എൻ്റെ അനിയനെന്നാ. എൻ്റെ അനിയനെന്ന് പറയേണ്ട ഇവൻ പറഞ്ഞ എന്താ? ഈ നിൻ്റെ മകൻ. ബന്ധം നഷ്ടപ്പെടുക. അതാണ് ഈ ചേട്ടൻ്റെ പ്രശ്നം. എൻ്റെ അനിയനാണെന്ന് പറയാനുള്ള ബന്ധുബോധം ആർക്കില്ല? ചേട്ടനില്ല. മനസ്സിലാവുന്നല്ലോ? ഇതെൻ്റെ സഹോദരനാണെന്ന് പറയാനുള്ള ബന്ധുബോധം ആർക്കില്ല? ചേട്ടനില്ല. മനസ്സിലാക്കണേ, ഈ നിൻ്റെ മകൻ എന്നല്ല, സഹോദരങ്ങളെ സഹോദരങ്ങളായി കാണുന്ന ഒരാത്മീയ അനുഭവമുണ്ട്. അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. അതാണ് ദൈവസഭ. പക്ഷേ അകത്ത് നിന്ന് പുറത്തു പോയി ഹൃദയത്തിൽ പാപത്തുള്ള താല്പര്യം വളരുമ്പോൾ ബന്ധങ്ങളില്ലാതാകും. അവിടെ ഇന്ന് അവൻ പറയുന്നത്, ഈ എൻ്റെ അനിയൻ എന്നല്ല, ഈ നിൻ്റെ മകൻ. അവൻ എന്ത് നഷ്ടപ്പെട്ടു? സഹോദര ബന്ധം നഷ്ടപ്പെട്ടു. ഓർത്തോണേ പ്രിയമുള്ളവരെ, എന്ത് നഷ്ടപ്പെടരുത്? സഹോദര ബന്ധം നഷ്ടപ്പെടരുത്. സഹോദര ബന്ധം അല്ലേ? ഞാൻ പലപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളൊക്കെ പറയും, ഈ ബന്ധങ്ങളൊന്നും ഇല്ലാത്ത സമൂഹത്തിലെ താഴെ തട്ടിലുള്ള പാവങ്ങൾക്കാണ്, ആർക്കൊന്നും ഒരു ബന്ധങ്ങൾക്കൊന്നും വിലയില്ലെന്ന്. ചുമ്മാത്. എന്താ വിലയാണെന്നറിയാം അവർക്ക് ബന്ധങ്ങൾക്ക്? ആരാ പറഞ്ഞ ബന്ധങ്ങൾക്ക് വിലയില്ലെന്ന്?
അവരുടെ ഭയങ്കര ബന്ധമല്ല. അവരുടെ ഒരുത്തന് ആശുപത്രി കിടക്കട്ടെ, അവർ പിരിവെടുക്കും, അവർ ബാങ്കിൽ കൊണ്ട് അവൻ്റെ വസ്തു ലോൺ വെക്കും, അല്ലെ അവൻ ബ്ലഡ് ഊറ്റി വിൽക്കും. അവൻ്റെ ഒരു അനിയൻ്റെ അസുഖം വരട്ടെ, അവൻ കിട്ടിയ അറുത്ത് കൊടുക്കും. പക്ഷേ വിദ്യാഭ്യാസം വിവരം കൂടുമ്പം ബന്ധുബോധം കൂടുമോ കുറയുമോ? കുറയുക അല്ലേ? അത് ഏറെ കുറഞ്ഞിരിക്കുന്നത് ആത്മീയ ലോകത്താണ്. നമ്മൾ ഇച്ചിരി ആത്മീയം കൂടിപ്പോയാൽ പിന്നെ സഹോദരനെ കണ്ടാൽ എന്ത് ചെയ്യത്തില്ല, മിണ്ടത്തില്ല. പിന്നെ നമുക്കെല്ലാം പോരാണ്. അതുവഴി ഇതുവഴി എല്ലാം എന്ത് വരിക, പോര് വരിക. എന്തെങ്കിലും ഈ പോര് വരിക എന്താ ഈ പറയുന്നത്? അവർ കൂടോത്രം ചെയ്തു. ആര്? ഒരു കൂടോത്രം ചെയ്യണേ 19,000 രൂപ മുടക്കണം. കുഞ്ഞെ വട്ടുണ്ടോ? അവന് എത്ര കിലോ ഇറച്ചി മേടിക്കുക. അതുകൊണ്ട് ഞങ്ങളവിടെ ഒരു കുടുംബം പൊളിഞ്ഞു. അപ്പോൾ ഒരു വലിയ നേഴ്സ് ഒരു പാവം പിടിച്ച കൊച്ചിനെ കെട്ടി. ഇവനാണ് ഭയങ്കര പൈസ എന്ന് പറഞ്ഞ് ഇറുക്കി പിടിക്കുന്ന ഒരു സാധനം. ആലുക്കാസി തുണി എടുക്കാൻ പോയി. ഇത് സത്യമാണ്. അപ്പോൾ ആലുക്കാസി തുണി എടുക്കാൻ പോയപ്പോൾ ഇവിടെ ഒരു ചുരിദാർ എടുത്തു. അതിന് 8,000 രൂപ വില. ഇവൻ ചോദിച്ചു ഇതിന് എത്ര വില? 8,000 രൂപ. ഉടനെ അവൻ പറയാം, എൻ്റെ ദൈവമേ ഒരു ബോണ്ടായിക്ക് 5 രൂപ. 8,000 രൂപയ്ക്കാണ് കൂടി ഇത്രയും ബോണ്ട മേടിച്ച് തിന്ന. ഉടനെ ഈ ആലുക്കാസി ഇത് പെമ്പിള്ളാരെല്ലാം കൂടെ ഒറ്റ ചിരി. ഇവക്കങ്ങ് പ്രശ്നമായി. അവന് ചുരിദാറിൻ്റെ കണക്കിൽ അവൻ്റെ വലുതെന്താ? ബോണ്ടായാണ്. ഒന്ന് ഓർത്ത് നോക്കിക്കേ. അങ്ങനൊന്നും ആരും കൂടൊന്നും ചെയ്തില്ല. സഹോദര ബന്ധം ഭയങ്കര ബന്ധമാണ്. ഞാൻ എബ്രായലേഖനം 13-ാം അധ്യായത്തിൽ പ്രസംഗിക്കുമ്പോൾ സഹോദര പ്രീതി നിലനിൽക്കട്ടെ. എൻ്റെ ദൈവം എനിക്ക് 4 മക്കളെ തന്നു. അതിൽ 3 പേര് ആൺപിള്ളേരാണ്. ഞാൻ പലപ്പോഴും വീട്ടിലെ കാര്യങ്ങൾ പറയാറുണ്ട് പ്രസംഗത്തിലൊക്കെ. കാരണം ഞാൻ പല കാര്യങ്ങളും അതിൽ നിന്ന് പഠിക്കാറുമുണ്ട്. ഒരു ദിവസം ഇവന്മാർ ചേട്ടനും അതിനും കൂടെ വഴക്കുണ്ടാക്കി. 5-6 വയസ്സ് കൊച്ചു പിള്ളേരാണ്. അപ്പോൾ ഈ ആൺപിള്ളേർ തമ്മിൽ കൂടുതൽ എന്തോ ഉണ്ടാക്കും, അടിയുണ്ടാക്കും. ഞാൻ പറയുന്നത് ഇച്ചിരി അടിക്കാൻ പിടിക്കുകയൊക്കെ ചെയ്യണമെന്നോ. ഇപ്പോൾ ഇവർ തമ്മിൽ, നാട്ടുകാരുമായിട്ടല്ല, ഇവർ തമ്മിൽ ഒരു ഗുണമുണ്ട്. ഈ ഒറ്റ പെൺപിള്ളേരൊക്കെ അടി കിട്ടാതെ വളരും. അവിടെ ചെന്നിട്ട് കെട്ടിച്ച് വിട്ടപ്പം ഭർത്താവ് ഒന്ന് ഞുള്ളി. അവൾ നേരെ എവിടെ വരും? വീട്ടിൽ വരും. കാരണം ഇന്ന് വരെ അവൾക്ക് എന്തോ കിട്ടിയിട്ടില്ല, ഞുള്ളി കിട്ടിയിട്ടില്ല. അവൻ എന്നെ ഞോണ്ടിയെന്നും. ഉടനെ അമ്മ പറഞ്ഞു ഇങ്ങനെ പോരാൻ. എടി ഇന്ന് വരെ എൻ്റെ മാപ്പിള എന്നെ എന്ത് ചെയ്തിട്ടില്ല, ഒന്ന് ഞുള്ളി പോലെ എന്ത് ചെയ്തിട്ടില്ല, നോച്ചിട്ട് ഇവിടെ കെട്ടി ഇടപാട് തെറ്റുക അല്ലേ? അടിക്കണമെന്ന് അതുകൊണ്ട് നാളെ പോയി അടിക്കുന്നു ചേർത്ത് കേട്ടോ. ഞാൻ പറഞ്ഞേക്കാം, ഈ വല്ലടത്ത് ഇവർക്ക് മാനസികമായിട്ട് എന്ത് കിട്ടുക? ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ തോക്കാതിരിക്കുന്നത് സെൻട്രൽ സ്കൂളിൽ പഠിച്ചവരാണോ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്നവരാണോ? അടിയുണ്ടായപ്പോൾ പണ്ടിങ്ങനെ ഒരു വാർത്ത വിഷയമല്ലേ ഇവിടെ. ചേട്ടൻ ഒരൊറ്റ ഇടി അനിയനിട്ട് അവൻ്റെ മൂക്കാമ്പട്ടയ്ക്കൊന്ന് ചോര വന്നു. ഇവനെ കൊണ്ട് ആശുപത്രിയിൽ പോയി മൂക്കെല്ലാം വീങ്ങി. പിന്നെ കുറേ നേരം ഐസൊക്കെ വെച്ച പിന്നെ ഇത് നിന്നത്. അപ്പോൾ ഈ അടി കൊണ്ട് അനിയൻ്റെ മൂക്കെല്ലാം മുഖമെല്ലാം അങ്ങ് വീങ്ങി. ഇവനെ വീട്ടിൽ കൊണ്ടു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇവനിങ്ങനെ കിടക്കുക വീട്ടിൽ വന്ന്. അപ്പോൾ ഈ വരുന്നവർ പറഞ്ഞു, ഈ അടിച്ചവരോട് പറഞ്ഞു, ഇപ്പോൾ മിക്കവാറും ആര് വരും? പോലീസ് വരും. അപ്പം നമ്മൾ ഈ ഹോസ്പിറ്റലിൽ അടിക്കേസ് എന്നാൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് ആരെ അറിയിക്കും? പോലീസിനെ അറിയിക്കും. അപ്പം മിക്കവാറും ആര് വരുമായിരിക്കും? പോലീസ് വരുമായിരിക്കും. അപ്പം ഈ 5 വരുന്നവർ വരട്ടുകയാണ്. നമ്മൾ മിടുക്കരാണല്ലോ. എന്താ പോലീസ് വരും അവനിങ്ങനെ നിൽക്കുക. പോലീസ് പിടിച്ച് നിൽക്കുക. അപ്പോൾ ഈ അടി കൊണ്ട് കിടക്കുന്നതിന് ഇടയ്ക്ക് കേട്ട് പോലീസ് അവൻ പതുക്കെ എഴുന്നേറ്റ് എൻ്റെ അപ്പച്ചൻ എടുക്കുമെന്ന് ചോദിച്ചു. അപ്പച്ച എന്തിനാ അപ്പച്ച പോലീസ് വരുന്നു ചോദിച്ചു. അപ്പച്ചൻ പറഞ്ഞു, മോനെ നിന്നെ അടിച്ചില്ലേ മപ്പു, അതുകൊണ്ട് നമ്മൾ പോലീസ് സ്റ്റേഷന് അവിടെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മോനെ, ചിലപ്പം പോലീസ് വരുമായിരിക്കും, അപ്പനെ കൊണ്ടുപോയിരിക്കും. അടി കൊണ്ട് കിടക്കുന്നവൻ അങ്ങ് വരുന്നുണ്ട്. അവനങ്ങ് കലിച്ചു. എൻ്റെ ചേട്ടൻ എന്നെ അടിച്ചത് എനിക്ക് കുഴപ്പമില്ലെങ്കിൽ ആർക്കാ കുഴപ്പം? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ ചേട്ടനെ എങ്ങാനും പോലീസ് കൊണ്ടുപോയെങ്കിൽ ഇച്ചിരി കഴിഞ്ഞപ്പോൾ 2 പേരെയും കാണുന്നില്ല. തപ്പിച്ചെന്നപ്പോൾ ഈ അടി കൊണ്ടവനുണ്ടല്ലോ ഒരു പുതപ്പിനകത്ത് മറ്റവനെ കെട്ടിപ്പിടിച്ച് കിടക്കുക. ആര് കൊണ്ടുപോയിരിക്കാൻ? പോലീസ് കൊണ്ടുപോയിരിക്കാൻ. ഇതിൻ്റെ പേരാണ് എന്ത്? സഹോദരൻ. ചേട്ടാ, ഈ എൻ്റെ മകൻ നിർത്ത്. ബന്ധങ്ങളാണ് വലുത്. ആത്മീയ ബന്ധം വലുതാ. സ്തോത്രം. അകലരുത് ബന്ധങ്ങൾ. അതിന് ആത്മീയതയുടെ പരിവേഷം കൊടുക്കരുത്. ഞാൻ പറയും, ബന്ധക്കോസ് ലോകത്തിന് പറ്റിയ പരാജയം, അവൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ബന്ധുക്കളെ കണ്ടാൽ എന്ത് ചെയ്യത്തില്ല? മിണ്ടത്തില്ല. അങ്ങനെ ഈ വേദോസം പഠിപ്പിക്കുന്നുണ്ടോ? അവിശ്വാസികളെ ഇണയിലപ്പെടാൻ കൊടുക്കുന്നൊക്കെ പറഞ്ഞ് വേറെ അർത്ഥത്തില്ല. കല്യാണം കഴിക്കരുന്ന, വേണ്ടാത്ത ബന്ധങ്ങൾക്ക് പോകരുന്ന, അല്ലാതെ ബന്ധങ്ങൾ നിലനിർത്താൻ വേദോസം പഠിപ്പിക്കുന്നു. യേശു പോലും കുരിശിൽ കിടക്കുമ്പോൾ പറയുന്നുണ്ട്, മറിയത്തെ ആരെ ഏൽപ്പിച്ചു? ശിഷ്യനെ ഏൽപ്പിച്ചു. മറക്കരുത് പ്രിയമുള്ളവരെ, ബന്ധങ്ങൾക്ക് വിലയില്ലാത്ത ചേട്ടൻ്റെ പ്രശ്നം. അവൻ പറഞ്ഞു, ഈ നിൻ്റെ മകൻ. ചേട്ടൻ്റെ അടുത്ത വർഷം ഈ അനിയൻ തിരിച്ചു വന്നാൽ എന്തോ പോകും?
സ്വത്ത് പോകും. ഇപ്പം ചേട്ടൻ്റെ പ്രശ്നമല്ല എവിടാ സ്വത്തിൻ്റെ പേരിൽ അനിയം വന്നത് ഇപ്പം ആർക്കും സഹിക്കുന്നില്ല ചേട്ടന്. കാരണം ഇനിയുള്ള സ്വത്ത് ഒന്നുകൂടെ എന്ത് ചെയ്യും? അപ്പൻ ഡിവൈഡ് ചെയ്യും. അപ്പം ചേട്ടൻ്റെ പ്രശ്നം, ചേട്ടൻ ഷെയർ ചെയ്യാൻ എന്തല്ല തയ്യാറല്ല. ഇതാണ് ദൈവസഭയുടെ ആ ശരിയായ മഹത്വം എന്ന് പറയുന്നത്. അവൻ്റെ സ്വത്ത് പങ്കുവെക്കാനുള്ളതാ. എൻ്റെ ഉള്ളതെല്ലാം നിന്റെ ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവന്നാണെന്നാണ് 1-ാം നൂറ്റാണ്ടിലെ സഭ. അവർ ഒരുമനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വന്ന് എല്ലാം എന്ത് ചെയ്തു? പങ്കുവെച്ചു. എല്ലാവരും ഒന്ന് പറഞ്ഞേ. പക്ഷേ ഈ ചേട്ടൻ എന്ത് ചെയ്യാൻ വയ്യ? പങ്കുവയ്ക്കാൻ വയ്യ. ചേട്ടൻ ഭയങ്കര സ്വാർത്ഥനാ അല്ലേ? ഭയങ്കര സ്വാർത്ഥനാണ്. ആ ചേട്ടൻ അടുത്ത് പറയാണ്, ഈ നിന്റെ മകൻ അവൻ വേശ്യമാരോട് കൂടെ എന്ത് തിന്നു മുടിച്ചു? മുതലെല്ലാം തിന്നു മുറിച്ചു. ഒന്ന് ഓർത്ത് നോക്കിയേ, യേശു പറഞ്ഞ കഥയിൽ എവിടെങ്കിലും വേശ്യ എന്നൊരു പദം വന്നിട്ടുണ്ടോ? ഇല്ല. ദുർനടപ്പെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്ത് പറഞ്ഞിട്ടില്ല? വേശ്യ എന്ന് പറഞ്ഞിട്ടില്ല. ഈ ചേട്ടൻ എന്താ ഉണ്ടാക്കും? കഥയുണ്ടാക്കും. അപ്പം ഈ ചേട്ടൻ എന്തിനു മിടുക്കനാ? കഥയുണ്ടാക്കാൻ മിടുക്കനാ അല്ലേ? നമ്മൾ എന്താ ഉണ്ടാക്കും? കഥയുണ്ടാക്കും. എവിടെങ്കിലും ആരെങ്കിലും ഒരു പെണ്ണ് ചെറുക്കനെ മിണ്ടിപ്പോയെങ്കിൽ അവത്തെ പിടിച്ച് നമ്മൾ എന്താ ഉണ്ടാക്കും? കഥയുണ്ടാക്കും. അരുത്. എന്തുണ്ടാക്കരുത്? കഥയുണ്ടാക്കരുത്. നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കണം. പാപത്തിന് കൂട്ടു നിൽക്കുക അല്ല അതൊന്നും. പാപം വിളിച്ച് വെളിച്ചത്ത് വരുത്തി അവരുടെ നഗ്നത പുറത്താക്കാനല്ല ദൈവം നമ്മെ വിളിച്ചത്. ഇന്ന് കുറെ പത്രക്കാരുണ്ട്, കൈ കിട്ടിയ എന്നും വാരി എഴുതും. ഇതാണ് ശുശ്രൂഷ അല്ല പ്രിയമുള്ളവരെ. ശുശ്രൂഷ എന്ന് പറയുന്നത് അവന്റെ ബലഹീനത അവനെ കെട്ടിപ്പിടിച്ച് ബലപ്പെടുത്തുന്ന, അവന് ബന്ധുബോധമുണ്ട്. ഈ എൻ്റെ അനിയൻ എന്ന് പറയാനുള്ള ധൈര്യമുണ്ട്. അവൻ കഥകൾ മെനയത്തില്ല. അവൻ്റെ അകത്ത് വരുന്ന ഓരോ അനിയൻ്റെ സന്തോഷവും അവൻ്റെ സന്തോഷമാ ഇന്ന്. പക്ഷേ ഈ ചേട്ടൻ എന്ത് നഷ്ടപ്പെട്ടു? അനിയൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടു. അവനെ മറ്റതിൽ സന്തോഷിക്കാൻ കഴിയുന്നില്ല. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ഇന്ന് പകൽ ഗൗരവമായിട്ടൊന്ന് ഓർത്തേ. നമ്മുടെ അകത്ത് ആരുണ്ട്? ചേട്ടനുണ്ട്. പക്ഷെ ആരില്ല. ഒന്നിനെ ചൊല്ലി വേദനിക്കുന്ന ഒരപ്പനുണ്ടെങ്കിൽ അനിയൻ തിരിച്ചു വരും. അനിയൻ തിരിച്ചു വന്നാൽ കയറാതെ തടസ്സം ആരെ കണ്ട് പേടിച്ചിട്ടാ? സത്യത്തിൽ ദൈവസഭയ്ക്കകത്ത് ആളെ കയറാത്തത് ആരെ കണ്ടിട്ടാ? ചേട്ടനെ കണ്ടിട്ടാ. ഞാൻ പലപ്പോഴും ഓർത്ത് പോയിട്ടുണ്ട്. ഇന്നലെ എൻ്റെ കൂടെ വന്ന് വളരെ വിദ്യാസമ്പന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, അച്ഛയുടെ തടസ്സമെന്ന് പറയുന്നത് പുറത്തുള്ളതല്ല. പീഡനം വരുമ്പോൾ ഒരിക്കലും സഭ തടർന്നിട്ടില്ല. സഭ എന്ത് ചെയ്തിട്ടേ ഉള്ളൂ? വളർന്നിട്ടേ ഉള്ളൂ. എന്നാൽ ഗൗരവമായിട്ട് പറയട്ടെ, ഇന്നെൻ്റെ സഭകളുടെ പ്രശ്നം അകത്തെ പുറത്തെ അല്ല, അകത്ത് വാതുക്ക നിൽക്കുന്ന ആരാ? ചേട്ടനുണ്ട് സഭയിൽ, പക്ഷെ ആരില്ല? അപ്പനില്ല. അത് ഞാനായിക്കൂടെ? അത് നീ ആയിക്കൂടെ? ഇന്ന് പകലിൽ കർത്താവേ എനിക്കൊരമ്മയാകണം. കണ്ടു കിട്ടുന്നവരെ അടിച്ചു വാരുന്ന ഒരമ്മ, പോയതിനെ തേടിയിരിക്കുന്ന ഒരപ്പൻ, അവൻ വരുമ്പോൾ കെട്ടിപ്പിടിക്കുന്ന ഒരപ്പനായി മാറാൻ ഞാൻ എന്നെ സമർപ്പിക്കുകയാണെന്ന് പറയുവാൻ ഉപവാസ പ്രാർത്ഥന എത്ര പേരുണ്ട്? ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ ഈ ദൂത് നിങ്ങളുടെ ഹൃദയത്തെ മതിക്കണം. നമ്മുടെ അകത്തിരിക്കുന്ന ചേട്ടൻ ഇന്ന് പകല് മരിക്കട്ടെ. നമ്മുടെ അകത്തൊരപ്പൻ ജനിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏറെ വർഷങ്ങളായി, ഒരു 25 വർഷത്തെയെങ്കിലും സഭാ ശുശ്രൂഷയുടെ പരിചയം ചെറിയ പ്രായത്തിനകത്ത് ആഴത്തിൽ എനിക്കുണ്ട്. ചെറിയ പ്രായത്തിൽ ഞാൻ ഇൻവോൾവ് ആയിരുന്നു, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. പക്ഷെ ഞാൻ കണ്ടൊരു പ്രശ്നം, ഓരോന്നും കുറ്റപ്പെടുത്തുന്ന ഒത്തിരി ചേട്ടനെ കണ്ടിട്ടുണ്ട്. അപൂർവം 1-2 അവസരങ്ങളെ എൻ്റെ ആ ശുശ്രൂഷ എനിക്ക് ഓർമ്മയുള്ളൂ എന്ന് കെട്ടിപ്പിടിച്ച ചേട്ടന്മാർ, അപ്പന്മാർ. അതാണ് സഭയ്ക്ക് ആവശ്യം. നീ ആയിക്കൂടെ? അത് ഞാനായിക്കൂടെ? അങ്ങനെ ഉണ്ടെങ്കിൽ അനിയൻ വരും. ഒത്തിരി അനിയന്മാർ വരണം. അതിന് ഞാൻ മാറണം, വേറെ ആരുമല്ല. കുറ്റപ്പെടുത്താൻ വരട്ടെ. അന്ന് എന്തൊരു സന്തോഷമായിരുന്നു, അതവിടെ നിൽക്കട്ടെ. ഇന്നെന്താ? ഇന്ന് നിൻ്റെ ചേട്ടനാ പ്രശ്നം. എൻ്റെ അകത്തൊരു ചേട്ടനുണ്ട്, എന്നാൽ എനിക്കൊരപ്പം വേണം. എൻ്റെ അകത്തെ ചേട്ടൻ മരിക്കട്ടെ, എൻ്റെ അപ്പൻ്റെ അകത്തൊരപ്പനുണ്ടാകട്ടെ. കഴുത്ത് കെട്ടിപ്പിടിച്ച് കളയെന്നും തീറ്റിപ്പൊറ്റി മകൻ്റെ മടങ്ങിയവനെ കരഞ്ഞു നോക്കിയിരിക്കുന്ന അപ്പൻ സഭയിൽ വേണം, അപ്പൻ വീട്ടിൽ വേണം. അപ്പനത് സഭയിൽ ചെയ്യുമ്പോൾ അമ്മ അത് വീട്ടിൽ ചെയ്യും.
എന്നിലെ ചേട്ടൻ മരിച്ച് എന്നിലെ അപ്പൻ ജീവിക്കാൻ ഈ വചനത്തിന് മുമ്പ് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ് എന്ന് പകലിൽ ആഴത്തിൽ പറയുവാൻ എത്ര പേരുണ്ട്. ദൈവത്തിൻ്റെ വലിയൊരു ദൗത്യത്തിലേക്ക് നടത്തുകയാണ്. ചില അനിയന്മാരെ മടക്കിക്കൊണ്ടുവരുവാൻ ഈ പകലിൽ ദൈവം ചില അമ്മമാരെ അച്ഛന്മാരെ എഴുന്നേൽപ്പിക്കുക. അതിനകത്തുനിന്ന് എൻ്റെ വീക്ഷണത്തെ മാറ്റിയൊരു ചിന്തയായത്, ഞാൻ എന്നെ കണ്ട ഒരു ചിന്തയായത്. എനിക്ക് വിമർശിക്കാൻ 1000 നാവായിരുന്നു. ഞാൻ എന്തിനും തെറ്റ് കണ്ടുപിടിക്കുന്നവനായിരുന്നു. എനിക്കൊരപ്പനാണ്, എനിക്കൊരപ്പനാണ്, എനിക്കൊരപ്പനാണ്. എനിക്കൊരപ്പൻ്റെ ഹൃദയം തരണം അപ്പച്ച എന്നിന്ന് പകല് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ എത്ര പേരുണ്ട്? ദിവസം പറഞ്ഞില്ലേ, ഞാൻ നിനക്കൊരു പുതിയ ഹൃദയം തരുമെന്ന്. എനിക്ക് അപ്പൻ്റെ ഹൃദയം വേണമെന്ന്. എൻ്റെ അകത്ത് ഇന്ന് ചേട്ടൻ്റെ ഹൃദയ കർത്താവേ ഉള്ളത്. അതിനെ ഇന്ന് ശസ്ത്രക്രിയ ചെയ്ത് ആത്മാവെ മാറ്റി എൻ്റെ അകത്തൊരു അപ്പൻ്റെ ഹൃദയത്തെ വെച്ച് പിടിപ്പിക്കണമെന്ന് പറയാൻ എത്ര പേരുണ്ട്? ആഗ്രഹിക്കാൻ എത്ര പേരുണ്ട്? എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. അങ്ങനെയുള്ളൊരു ശാന്തമായി ദൈവസന്ധി എഴുന്നേറ്റ് നാട്ട് ആരും നോക്കരുത്. വലിയൊരു ആത്മസാന്നിധ്യം ഇതിനകത്തുണ്ട്. ആർക്ക് വേണ്ടിയോ ആരും എഴുന്നേറ്റ് യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇന്ന് പകൽ ചില പണി ചെയ്യുക. സന്തോഷിക്കാൻ കഴിയാത്ത ചില ഹൃദയങ്ങൾ ഇന്ന് പകൽ സന്നിധി സന്തോഷിക്കാൻ തുടങ്ങട്ടെ. അംദരഗജ രബനഹതന റിബനഹശം ദരഗനഗതന അർക്കനഗത രഗജ രഗജ രഗല രഗജ രബനഗതന റിഗജ രഗജ അംദല രഗജ രബനഗത രബന ഹത്തര ഭക്ഷന ഭത്തര ഭക്ഷന ഊടപരന്തന റീബല ബൗഷ റീഗാരാജ അന്തരജാന അത്തേരേജെ ഊടത്താര അർഗാനാദ റീബഷാന അംധരദേരി അർഖത്താര അംധരജാന ഉടകാരഗജ റിഗലഗരാജ അന്തരരാജ റിഗലാരഗജ റീഗത്താര അത്താരാവ ഇഗലംബാര ഉടത്താര ഇഗാരാബ അന്തരഗജ ഉടത്താര അംദൽഖാന റേഗന ബൗഷ അംദലരാജ അംദരജാന അംദുലബച്ചല വൈഡപരംതല റീഗലകംതല റേവന ബൗഷ അത്തുരബച്ചല വൈഡപരന്തെ റീഗലവന്തല ബൗഡകരാജ അംദുരബച്ചല വൈഡപരന്തെ റീഗക്കാന ഹൂഡാരാജ ദീപക്കടവ അന്തുരപക്ഷ ദീപക്കടവ തരബലവത്തര ഹൂഡവരത്തല വക്ഷലവ ഉടക അർക്കനവത്തുര വക്ഷലവൈഡവർ അന്തലരാജക
ഞങ്ങളുടെ സഭകളിലെ ആത്മീയ സന്തോഷം മടക്കി തരണമേ. ഞങ്ങളുടെ എല്ലാ സഭകളിലും അപ്പന്മാരുണ്ടാകണമേ. കർത്താവിൻ്റെ ദാസനെ കൂടെ കർത്താവ് കേൾപ്പിച്ച എല്ലാ വചനങ്ങളെയും ഓർത്താൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പ്രസംഗം നമ്മൾ കേട്ടു, നമ്മളിപ്പോൾ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു. അതുകൊണ്ട് ഈ പ്രസംഗത്തിൻ്റെ ശ്രേഷ്ഠത പൂർണ്ണമാകുന്നില്ല. ഇന്ന് രാവിലെ നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടത് ഒരു അപ്പൻ്റെ ഹൃദയം നമുക്കുണ്ടോ എന്നുള്ളതാണ്. സ്തോത്രം. ഈ ഉപവാസ പ്രാർത്ഥനയിലിരുന്ന ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ദിവസം ഇരുന്നു. നമ്മൾ ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കിയേ. പറഞ്ഞത് കർത്തൃദാസൻ പറഞ്ഞത്, പുറത്തുനിന്നൊരുവനകത്ത് വന്നാൽ നമ്മളവനെ ഏത് തലത്തിലാണ് സ്വീകരിക്കുന്നത്? നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ട ഒരു വലിയ ചോദ്യമാണ്. നമ്മുടെ ആരാധനയ്ക്ക് ഒരു വ്യക്തി വന്നാൽ, ആരാകട്ടെ, വന്നാൽ പിറ്റേന്ന് വരാൻ, അത് ഈ സഭയോട് മാത്രമല്ല, ഇവിടെ പല സഭകളിൽ നിന്നുള്ള കർത്തൃദാസന്മാരും ദൈവജനം ഇതിനകത്തുണ്ട്. നമ്മുടെ കൂടിവരവുകളല്ല. നമ്മൾ അങ്ങനെ ചിന്തിക്കുക. ഒരു വ്യക്തി വന്നാൽ നമ്മൾ അവനെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? അവനെ നാം ഏത് കണ്ണുകൊണ്ടാണ് കാണുന്നത്? ഏത് ഒരു ചേട്ടൻ്റെ കണ്ണുകൊണ്ടാണോ അപ്പൻ്റെ കണ്ണുകൊണ്ടാണോ? വേറൊന്നുമല്ല. ഒരാൾ വന്നാൽ നമ്മളൊന്ന് പരിചയപ്പെടാൻ നമ്മൾ മനസ്സ് കാണിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ ഇന്നീ പകൽക്കാലത്തെ പ്രസംഗം കേട്ട് കർത്തൃദാസൻ ആത്മനിറവിൽ ശുശ്രൂഷിച്ചത് ഒരു ഇമോഷണൽ ഫീലിങ്ങിൽ സമർപ്പിച്ചു. അത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ നേരത്തെ ഒക്കെ തന്നെ ആവർത്തിക്കുന്നെങ്കിൽ, എല്ലാവരും അല്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ. അതുകൊണ്ട് ഈ പ്രസംഗത്തിന് വലിയ പ്രസക്തി ഇല്ലാതാകുക. അതുകൊണ്ട് നമ്മൾ ദൈവസൻ്റെ ഒരു തീരുമാനമെടുക്കണം. അങ്ങനെങ്കിലേ കർത്താവ് ഒരു അപ്പൻ്റെ ഹൃദയം നമ്മൾ തരത്തുള്ളൂ. ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ, സഹോദരന്മാരായാലും സഹോദരിമാരായാലും, ഇന്നു മുതൽ ഞാൻ ദൈവസൻ്റെ ഒരു തീരുമാനമെടുക്കുന്നു. എൻ്റെ സഭയ്ക്കകത്ത് വരുന്ന ഒരു വ്യക്തി ആരായാലും, സഭായോഗം കഴിയുമ്പോൾ അല്ല, മീറ്റിങ്ങിലാണെങ്കിൽ അവനെ ഞാനൊന്ന് പരിചയപ്പെടും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നൊരു വാക്ക് പറഞ്ഞിട്ടേ ഞാൻ പോവും. അങ്ങനെ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് സ്വോത്രം പറ. അതാ സമർപ്പണം. അതിൻ്റെ പേരാ സമർപ്പണം. പ്രശ്നം ഒരു വിശദീകരണം ആവശ്യമില്ലാതെ വ്യക്തമായി സ്പഷ്ടമായി തൻ്റെ ദാസന് കൂടെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പകൽക്കാലം നമ്മോട് സംസാരിച്ചല്ലോ. ഒരു തിയററ്റിക്കൽ മെസ്സേജ് അല്ല, ഒരു പ്രാക്ടിക്കൽ മെസ്സേജ്. ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് തന്നെ അല്ല, ഈ പ്രാർത്ഥന വിട്ട് നാം എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ശ്രേഷ്ഠമൊരു ദൈവശബ്ദം ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. വചനം സംസാരിപ്പാൻ കർത്താവിൻ്റെ ദാസനെ കർത്താവ് അധികാരപ്പെടുത്തിയല്ലോ. ഇന്ന് രാത്രികാലത്ത് ശുശ്രൂഷയ്ക്കായി കർത്താവ് അധികാരപ്പെടുത്തുന്നതിനായി നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ദൈവസ്ഥലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. നാം എല്ലാവരും ആത്മാവിസ്തോത്രത്തോടെ ദിവസത്തിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജി രാജു അവർ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ അവസാനിപ്പിക്കും. പ്രാർത്ഥിക്കാം. കനസമനാസുന്നല്ല പിതാവേ, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. യുവാസിൻ്റെ 7ാം ഭാഗക്കാലം ത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവകൃപകൾക്ക് സ്തോത്രം ചെയ്യുന്ന ദിവസങ്ങളിൽ ഞങ്ങളെ കണ്ണുണരുവാൻ കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷകളിൽ വെളിപ്പെടേണ്ട വിഷയങ്ങളും അനുസരിക്കേണ്ട വിഷയങ്ങളും എന്ന കാലം ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്ന ദൈവകൃപയ്ക്ക് ദിവസങ്ങൾ താവ് കാണാതെ പോയതിനെ കണ്ടെത്തുന്നവരെയുള്ള ഒരു അന്വേഷണം, ഒരു ഭാരം ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്ന ദിവസങ്ങൾ അതിനായി അടിച്ചു വാരി സൂക്ഷിക്കേണ്ട മണ്ണ് സൂക്ഷിച്ചുകൊണ്ട് ഈ ദിവസങ്ങൾ ഒരു അപ്പൻ്റെ നല്ലൊരു ഹൃദയം താവ് ഇന്ന് വാക്കാലം ഞങ്ങൾ കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്നതാ. അതിനെ ഏൽപ്പിക്കുന്നതാ. ചേട്ടൻ്റെ ഹൃദയം ഞങ്ങൾക്ക് വേണ്ട കർത്താവ്. അപ്പൻ്റെ ഒരു ഹൃദയം, നല്ലൊരു ഹൃദയം കർത്താവ് ദിവസങ്ങൾ ഞങ്ങളെ തന്ന് ഞങ്ങളെ നടത്തുമാറണമേ കർത്താവ്. ഇതിനെ സമർപ്പിക്കുന്നു വാക്കാലം. താവിൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ ദാസനെ ശതമായിട്ട് വഹിച്ച ദൈവകൃപയ്ക്ക് നന്ദി. താവി ദാസനെ ശുശ്രൂഷ മാനിക്കണം. രാധികാനെ ശതമായിട്ട് വഹിക്കണമേ കർത്താവാനിക്കണമേ. ദീസന്റെ സഹവാസ കുടുംബത്തിൽ എല്ലാ ഉപവാസത്തോട് പ്രാർത്ഥനിക്കുന്ന എല്ലാ അവിടെ ജനത്തെ വന്ന് ഒരുപോലെ അനുഗ്രഹിച്ചും മാനിച്ചാട്ട് തിരുനാമത്തിന് സ്തോത്രം, പ്രാർത്ഥന മറുപടി സ്തോത്രം. യേശുവേ നല്ല പിതാവേ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. എല്ലാ